വണ്ടി ഇതേ ഇറങ്ങി വരുന്നു. കയറിയതാണ് കേട്ടോ, പ്രശ്നപ്പെട്ടു. വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അജീഷ ലോറിക്കാരൻ്റെ അടുത്ത് വഴി ചോദിക്കും. അതായത് ചൂടല്ലേ, അതേപോലെ ചൂടല്ലേ. 2 രൂപ ഉണ്ടായിരുന്നു. അപ്പം നായകരെ നോക്കി നടക്കായിരുന്നു. നേരത്തെ ഒരു നായകൻ അപ്പോൾ അതായത് വീട്ടിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ മണമുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, ടൗൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് നമ്മൾ ഈ റോഡ് തന്നെയാണ് കേട്ടോ. ഈ റോഡിലാണ് നിൽക്കുന്നത്. ഈ റോഡിലെന്ന് പറഞ്ഞാൽ ഈ റോഡായി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 1 മണിയായപ്പോൾ അങ്ങോട്ട് വന്ന ഞങ്ങളാണ്. ഇതേവരെ ഞങ്ങൾ കയറ്റി പോയിട്ടില്ല. 12 മണിക്ക് വന്നു. ഒരു 4 മണിയൊക്കെ ആവാറായപ്പോഴാണ് കേട്ടോ നമുക്ക് ലോഡ് കയറ്റാനായിട്ട് വിളിച്ചത്. എന്നിട്ട് 4 മണിയായപ്പോൾ ലോഡ് കയറ്റാനായിട്ട് വിളിച്ചിട്ട് ഇന്ന് പുലർച്ചെ 4 മണി 5 മണിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റി കഴിയുമ്പോൾ ഇപ്പോൾ പായ കെട്ടി കഴിഞ്ഞപ്പോൾ 6 മണി കഴിഞ്ഞപ്പോൾ സമയം. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. 2 പേരും കിടന്നുറങ്ങിയിട്ടില്ല. ഈ ലോഡ് മുഴുവൻ ഇത്രയധികം ചാക്ക് മൊത്തം ഇത് 8 സ്ഥലത്തു നിന്ന് കണ്ടാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം സ്ഥലത്തു നിന്ന് കയറ്റുമ്പോൾ ഇതിൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണം നോക്കണം, പിന്നെ ബില്ല് കറക്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒക്കെ നമ്മളുടെ റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അത് തന്നെയല്ല ഒരു സ്ഥലത്തു നിന്ന് വണ്ടി അപ്പുറത്തെ സ്ഥലത്തേക്ക് എടുത്തിടാൻ പറയും, ഇപ്പുറത്തെ സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് എടുത്തിടാൻ പറയും. അങ്ങനെ എന്തിനു പറയണു. ഇന്നലെ 2 പേർക്കും കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പെട്ടു എന്ന് പറയില്ലേ, എന്നിട്ടും കുഴപ്പമില്ല. സംഭവം ലോഡ് കയറ്റി കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോയിട്ട് കുളിച്ച് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് വന്നു. ആ ജീഷും ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇനി നമ്മൾ ബില്ലടിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ബില്ല് ഒരു 10 മിനിറ്റിനുള്ളിൽ ബില്ലടിച്ച് കിട്ടും. 10 മിനിറ്റിനുള്ളിൽ ബില്ലടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ എല്ലാ പരിപാടികളും 2 ദിവസത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതായത് ഈ റോഡിൽ നിന്നും നമ്മൾ നേരെ ഇറങ്ങി ആലപ്പുഴ റൂട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ബില്ലും കാര്യങ്ങളും ഗേറ്റ് പാസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇതേ വണ്ടി ഇതേ ഇറങ്ങി വരുന്നു. ഇനി നമുക്ക് പകൽ എത്ര സമയം ഓടിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ നോക്കിയിട്ട് ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ഒരാൾ ഓടിച്ച് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടാകുമ്പോൾ നാളെയും കൂടി നമുക്ക് അങ്ങോട്ട് ഒരു ദിവസം കൂടിയും പോവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിച്ചിട്ടില്ല. പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളങ്ങനെ അവിടുന്ന് ഒരു 80 കിലോമീറ്റർ പോകുന്നു കേട്ടോ. നേരെ കോയമ്പത്തൂർ റൂട്ടിൽ കൂടിയാണ് പോന്നിട്ടുള്ളത്. മറ്റേ നമ്മൾ സാധാരണ 4 ലൈൻ കൂടിയിട്ടല്ല കേട്ടോ പോന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം നമ്മൾ ടോളില്ലാത്ത റൂട്ടിൽ കൂടിയാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ 80 കിലോമീറ്റർ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കിടന്നു കുറേ നേരം കിടന്നെങ്കിലും ഒരു സുഖമായിട്ടുള്ള ഉറക്കം കിട്ടിയില്ല. ഉറങ്ങിയില്ല ശരിക്കും പറഞ്ഞാൽ. അന്നേച്ച് ഉറങ്ങിയത് വെച്ചാൽ ഉറങ്ങി, അത്രേ ഉള്ളൂ. 1 മണിക്കൂറൊന്നും കിടന്ന് കണ്ണടച്ചു എന്ന് ചോദിച്ചാൽ കണ്ണടച്ചു. അജീഷാണെങ്കിൽ കണ്ണടച്ചിട്ടില്ല. അപ്പോൾ ഇനി നേരെ നമ്മൾ കോയമ്പത്തൂർക്കാണ് കേട്ടോ ഇത് ചെന്ന് കയറുക. ഈ വഴി പല്ലടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടത് വന്ന് കയറുന്നത്. വഴി നല്ല രീതിയിലുള്ള നല്ല വലിയ വഴിയാണ്, ടോളും ഇല്ല, സുഖമായിട്ട് പോവാം. മറ്റെന്ന് പറഞ്ഞാൽ കുറേ ടോളുകളുള്ള കാരണേ എന്താ പറയുക, അത് കൊടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരുവിധം നമ്മൾ പാളീസായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ടോള് കൊടുക്കാണ്ട് പോകാനുള്ള പരിപാടിക്കാണ് ഈ വഴിക്ക് വന്നത്. അപ്പോൾ സംഭവം ചെറിയ കിലോമീറ്റർ ഒക്കെ കൂടും, എന്നാലും ഇല്ലേ ചെറിയ കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പോൾ ചെറുതായിട്ട് കിലോമീറ്റർ കൂടുതലുണ്ടാവും, എന്നാലും 2-3 ടോളൊക്കെ കുറവ് കിട്ടും. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഈ വഴിക്ക് അങ്ങോട്ട് കിടന്നു. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു 1000 രൂപ ടോള് കിട്ടും. അപ്പോൾ അത് വരില്ല ഈ വഴിക്ക് വരുമ്പോൾ. പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ പോലീസ് കൈ നീട്ടി വളരെ മാന്യമായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ മേടിച്ച് നോക്കി അവർ. എന്നിട്ട് പറഞ്ഞ് യഥാവത് കിടക്കുമോ എന്ന് ചോദിച്ചു. അല്ലാണ്ട് ഒരു പ്രശ്നത്തിലെ പോലെ അല്ലെങ്കിൽ ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തായോ എന്ന് മാത്രം. വളരെ നല്ല രീതിയിൽ, അല്ലാണ്ട് മെരട്ട് എന്താ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നത്. സ്നേഹത്തിന് നിന്നിട്ട് എന്തെങ്കിലും തരുമെന്നുള്ള ഒറ്റൊരു കേസ് മാത്രം. എന്തായാലും നന്നായിട്ടാണ്. അങ്ങനെ സാധാരണ ഇല്ല. പിന്നെ നമ്മൾ പഴയ കാലത്ത് പറയൂട്ടായി നമ്മുടെ തമിഴ്നാട് റോഡുകളൊക്കെ അടിപൊളിയാണ്, നമ്മുടെ നാട്ടിലെ റോഡുകളായിരുന്നു പൊട്ടാന്ന് എപ്പോഴും എല്ലാവരും പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. പക്ഷെ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും വഴികൾ നാശമായിട്ട് നന്നാക്കൽ വളരെ കുറവാണ്. സംഭവം വീതിയുണ്ട്, വഴിക്ക് വീതിയുണ്ട്, തിരക്കില്ല, നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. പക്ഷെ വഴികൾ കുറേ അവിടെ ഇവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് പൊളിച്ചിട്ടേക്കുക അവിടെ ഇവിടെയൊക്കെ. പിന്നെ കട്ടറായ റോഡുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ മെയിൻ്റനൻസ് മെല്ലെയാണ്, പെട്ടെന്ന് മെയിൻ്റനൻസ് അങ്ങനെ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ വരണ വഴിക്ക് ഇങ്ങനെ കടറുകളുണ്ട്. ഇത് കണ്ടോ, ഏത് വണ്ടിയുടെ വേണമെങ്കിലും ബോഡി നമ്മൾക്ക് ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. ലോറികളുടെ ഫുള്ള് ലോറികളുടെ ബോഡി അഴിച്ചു വെച്ചേക്കുന്നതായിട്ട് കണ്ടു. ചായ കുടിക്കാനാണോ അജീഷ?
ഒരു ചായയും കുടിച്ചിട്ട് പോകാൻ. കാരണം ഞങ്ങൾ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, ചായ കുടിച്ചിട്ട് കുറച്ച് നേരം അജീഷിന് റെസ്റ്റ് കൊടുക്കുകയും വേണം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത് കാരണം സുഖമായിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ചായയും കുടിച്ച് അങ്ങോട്ട് മെല്ലെ നീങ്ങാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രക്ക് ഒതുക്കിയിടാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വണ്ടി ഒതുക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നമില്ല. ഇപ്പോൾ ചായക്കട കണ്ടു കഴിഞ്ഞാലും ചായക്കടയുടെ മുന്നിലൊക്കെ നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ സ്ഥലം കുറവല്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ വിജനമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തോരം സ്ഥലങ്ങളാണ് അറിയാം. ഇങ്ങനെ കുറ്റിക്കാട് പോലെ നോക്കിയാൽ നോട്ടം എത്തില്ലാത്ത ദൂരം ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പം എന്ത് ഫാക്ടറി തുടങ്ങാനും എന്ത് സംഭവം തുടങ്ങാനും ഇഷ്ടം പോലെ സ്ഥലമുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത്ര ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് വരുന്നതിൻ്റെ. ഇവർക്ക് വെള്ളത്തിന് പൊതുവെ സൗകര്യം കുറഞ്ഞിട്ട് വരെ ഇവർക്ക് എന്താ പറയുക, എല്ലാ ഫാക്ടറികളും എല്ലാ കൃഷികളും നന്നായിട്ട് നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. വണ്ടിയുടെ ലോഡ് നോക്കി, കട്ട ലോഡാണ്. എൻ്റെ പൊന്നോ, ജാതി ലോഡ് എന്ന് പറഞ്ഞാലേ സംഭവം ടന്നേജ് ഇല്ല. പക്ഷേ ഈ കാലിത്തീറ്റയും അതുപോലെ തന്നെ തവിടൊക്കെ ആകുമ്പോഴേ ലോഡ് ഭയങ്കര ഹൈറ്റിലാവും. പിന്നെ നമുക്ക് രണ്ട് കാര്യം ചെയ്യാനുള്ളതുണ്ട്. അതായത് ഹുക്ക് പിടിപ്പിക്കാനുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ പായ ഒന്നുപോലെ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിപ്പം കൂട്ടണം, വീതി കുറച്ചുകൂടി കൂട്ടണ ഒരു പരിപാടി. ബാക്കും ഫ്രണ്ടൊക്കെ ഇഷ്ടം പോലെയാണ് പായയ്ക്ക്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായയുടെ സൈഡിലേക്കുള്ളത് ഒരു 2 അടി 3 അടി കുറവാണ്. ശരിക്കും ഇങ്ങനെ താഴെ വരെ കിടക്കുകയാണെങ്കിൽ 3 അടി കിട്ടിയാൽ മതി. പക്ഷേ എന്താ 5 അടി 6 അടി അങ്ങനെ കൂട്ടണ സമയത്ത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെന്തായാലും ഇവിടുന്ന് ഒരു ചായ അങ്ങോട്ട് കുടിച്ചിട്ട് അജീഷ് ഒറ്റ ഒരു ചായ അങ്ങോട്ട് കുടിച്ച് നല്ല നീങ്ങാം. എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു എന്തായാലും കുഴപ്പമില്ല. വല്ല ദോശ, ഇഡ്ഡലിയോ സാമ്പാറോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. ഇതെന്ത് സാധനം? ഇത് ഈശോ കാണാത്ത സാധനമാണല്ലോ. ഇതെന്തത്? എന്താ സാധനം മനസ്സിലായില്ല. മീനെങ്ങനെ ആവുമോ? പരിപ്പട, ഉഴുവട, തൈര് വട, എല്ലാ വടയുണ്ട്. ഉപ്പ് വട, വടകളുടെ പരിപാടിയാണല്ലോ മൊത്തം. ഉച്ചറൊക്കെ ഇരിക്കുന്ന നോക്കി ഇഷ്ടം പോലെ ഇവിടെ ബേക്കറികളിൽ അങ്ങനെയാണ്. ഞങ്ങൾ വല്ല ദോശ എങ്ങനെ കഴിക്കാനുണ്ടാവും എന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. വിഷപ്പെട്ടു. ഇവിടെ ആകെയുള്ളത് ഈ ഉള്ളി വറുത്തതും അതുപോലെ തന്നെ മസാല പോണ്ട അങ്ങനെയുള്ള പരിപ്പ് വട അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്നാൽ രാവിലെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഊണായിട്ടൊന്നും കഴിക്കാൻ ദോശ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെയുള്ളത് ബെന്ന്, പപ്സ് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കഴിക്കട്ടെ. ഇതൊരു മാവിൽ മുക്കിയിട്ടില്ല, വെറുതെ ഉള്ളി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചിട്ടുള്ളതല്ല. കൊഴുവമീനില്ലേ, കൊഴുവമീൻ അത് പൊരിച്ച പോലെ ഇല്ല ഇരിക്കണേ. ഞാനും ആദ്യം കൊഴുവ പൊരിച്ചാന്ന് വിചാരിച്ചത്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ട് ആക്കിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ എന്നാലും ഒരു ചെറിയ ടേസ്റ്റിന് കുറച്ചുകൂടെ അടിക്കും. കറ മുഴുവൻ ആൾക്കാർക്ക് അടിപൊളി കാലം. അപ്പം വേറെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇത്ര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്ത് വെച്ചപ്പോൾ അധികം കണ്ടിട്ടില്ല. മനസ്സിലാവുള്ളത് എന്ത് സംഭവമാണ്. അതേപോലെ വെച്ചാണ് അടിപൊളിയുണ്ട്. ഇപ്പോൾ ചായ കുടിക്ക് പകരം എന്തായാലും ഈ കഴിപ്പും ഈ ചായ കുടിയായി ബ്രേക്ക്ഫാസ്റ്റിന് പകരം. അപ്പം ഞങ്ങളങ്ങനെ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ കശുവണ്ടിയുടെ കണ്ടമാനം തോട് ഇങ്ങനെ സഞ്ചിയല്ല ചാക്കിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ സംഭവമാകുമ്പോൾ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ നിനക്കിത് കാരണം എന്താണെന്നറിയോ? കത്തിക്കാനായിട്ട് ഇത് വെച്ചിട്ടുള്ളതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത് കത്തി കഴിയുമ്പോൾ കുറേ നേരം കത്താളതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പശയില്ലേ, അതിൻ്റെ ബിസ്ക്കറ്റ് അതിനകത്ത് കിട്ടോ, ഡോർ പേഡിലേക്ക് കിട്ടോ, അങ്ങനെ തുറന്ന് തന്നിട്ട് പോവാം. ഇല്ലില്ല, അത് കത്തുമ്പോൾ കണ്ടമാനം പശ കത്തും. ഞാൻ പറഞ്ഞത് നേരല്ലേ ഗൈസ്, നിങ്ങളെ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ നുണ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ വിശ്വസിക്കുന്നില്ല. പുറത്ത് ചൂട് ബെസ്റ്റായിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചൂട് കൂടുതലാണെങ്കിലേ എവിടെയെങ്കിലും ഒതുക്കി നിർത്താം. കാരണം ടയറൊക്കെ അങ്ങനെ പഴുക്കും, നല്ല ചൂടല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നന്നായിരിക്കും. നീ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ഇരുന്നത്. എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇവിടെ എവിടെയോ കിടക്കണ്ടായിരുന്നല്ലോ. എവിടെയാ? അവിടെ ഉണ്ടാ? എവിടെയാ ആ കൂളിംഗ് ഗ്ലാസ് എടുത്താൽ? ഞാനിനി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് സഞ്ചാരം. എൻ്റെ കണ്ണുകളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവിടെ ഉണ്ട്. അപ്പം എൻ്റെ കണ്ണിനെ ഞാൻ സംരക്ഷിക്കട്ടെ. അപ്പം നമുക്ക് കണ്ണിനെ സംരക്ഷിച്ച് നേരെ അങ്ങനെ പോവാം. അജീഷ ലോറിക്കാരൻ്റെ അടുത്ത് വഴി ചോദിക്കാൻ പോയിക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വേ ആവും. അപ്പോൾ 1 വേ ആവണ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുവണ്ടികൾ കിടന്ന് പോകണ്ടാവും. നമ്മളങ്ങനെ പോകുമ്പോൾ നോക്കി പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അത് കാരണം ഒന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് കിട്ടും. നമ്മുടെ മാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കാണിക്കില്ല. നമുക്ക് വലിയ വണ്ടി പോകണമെന്നും ചെറുവണ്ടി പോകണമെന്നും കാണിക്കില്ലേ? അജീഷ് ചോദിച്ചിട്ടുണ്ട്. എന്തായാണോ
ഇത് തന്നെയല്ലേ? വഴി തെറ്റിയിട്ടില്ല, അങ്ങോട്ട് പോയെങ്കിൽ തെറ്റിയാനെ ഇപ്പോ അല്ലേ? ആ, രക്ഷപ്പെട്ടു. അപ്പൊ നേരെ പോവാ. എന്തായാലും എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാ? നമ്മുടെ വണ്ടിയുടെ അജീഷ കാറ് പോലെ കുറച്ച് സ്പീഡ് കൂട്ടാനുള്ള കാര്യം ചെയ്യണം. അതായത് ടോപ്പ് സ്പീഡല്ല, അത് 60 തന്നെ പോയാൽ മതി. പക്ഷെ ഈ കയറ്റൊക്കെ വരുമ്പില്ലേ നമ്മുടെ കാറ് പോണ പോലെ ആ 60 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സ്പീഡാണ്. അതിനെന്താ ചെയ്യാ? ടെർബോ നമുക്കൊന്ന് പവർ കൂട്ടിയാലോ? ലോഡ് കയറ്റാണ്ടിരുന്ന അജീഷ് കളിക്ക് തുടങ്ങിട്ടാ. കാര്യം വണ്ടി ഓടിച്ചപ്പോ പിന്നെ കുഴപ്പമില്ല. അത് ശരിയാട്ടാ. എവിടേക്ക് പോകണമെങ്കിൽ ഞങ്ങള് കാര്യം വരുള്ളൂ എന്ന് പറയാം. വാടക ഉണ്ടാവില്ലടാ. കാലിയുടെ ആഗ്രഹത്തിന് ഓടിച്ചോണ്ട് നടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പെട്ടിയിലേ കാരവാൻ കയറ്റിയ നല്ലത്. അയ്യോ, ശരിക്കും ഇന്നലെ കിട്ടിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പണിയായിരുന്നു. അയ്യോ, ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11:30 ആയി എത്തിണ്ടാവുള്ളൂ നമ്മളവിടെ. 12 മണി 12 മണി തന്നെ കൂട്ടിക്കോ. 12 മണിയായപ്പോ ഞങ്ങൾ അവിടെ എത്തിയ വണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഇവര് ഞങ്ങളോട് മറ്റേ ബ്രോക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ബില്ല്. അപ്പൊ ഞങ്ങൾ വരുന്നേക്കാളും 1 മണിക്കൂർ മുന്നേ ബില്ല് അവിടെ സെറ്റിലാക്കാനുള്ള എല്ലാ സാധനങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബില്ല് ആയിണ്ടാവും, നിങ്ങൾ ചെന്ന അപ്പൊ തന്നെ കയറ്റാൻ പോവാ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. ഞങ്ങളപ്പോ അവിടുന്ന് നമ്മുടെ എവിടുന്ന് ഭവാനിന്ന് വരുമ്പോ തന്നെ നമ്മള് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. എന്നിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോ ബില്ല് അടിച്ചിട്ടില്ല, ആയിട്ടില്ല എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഏറ്റവും അവസാനം 4 മണിയായി അല്ലേ? വെയിറ്റ് ചെയ്ത് 4 മണി വരെ ഞങ്ങൾ അവിടെ നിന്നു. 4 മണി വരെ നിന്നിട്ട് ഒരു രക്ഷയില്ല. എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി കയറ്റാനുള്ളത് റെഡി ആയിട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മൾ സാധാരണ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ കയറ്റാൻ റെഡി ആയി ഇനിയിപ്പോ അവിടെ പോയി കയറ്റി കഴിഞ്ഞാൽ പോവാം, മാക്സിമം 1 മണിക്കൂറിന്റെ കേസല്ലേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. കയറ്റാൻ കൊണ്ടിട്ടോടത്ത് ഒരു 2 മണിക്കൂർ അല്ലേ, 2-3 മണിക്കൂർ അവിടെ കയറ്റാൻ കൊണ്ടിട്ട സ്ഥലത്ത് ആദ്യത്തെ കയറ്റാൻ, അതായത് ഒരു 7:30 ടണ്ണ് കയറ്റാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ കിടന്ന് ഏറ്റവും അവസാനം ഞാൻ ഒരാളെ വിളിച്ച് ഈ ബ്രോക്കറിന്റെ കെയർ ഓഫിലുള്ള വേറെ ആളെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവരുടെ വണ്ടി അല്ലാണ്ട് പിന്നെ ഒരു പുറം വണ്ടി നമ്മുടെ കയറ്റി. അത് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുവന്നിട്ടു. പിന്നെ അത് എത്ര മണി, ഒരു 9 മണിയൊക്കെ ആയപ്പോ കൊണ്ടിട്ട വണ്ടി പിന്നെ നമുക്ക് കയറ്റി കിട്ടുന്ന 1:30-ക്കാണ് അല്ലേ? 1:30 ആയപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ 3 ടൈപ്പ് ലോഡായിരിക്കണേ. അതായത് എന്താ പറയാ, പശുക്കിടാങ്ങൾക്കൊക്കെ ആദ്യത്തെ സ്റ്റേജ് 6 മാസം ആകുമ്പോൾ കൊടുക്കുന്നത് നമ്മുടെ മറ്റേ ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കില്ല. 6 മാസം പ്രായമായ കുട്ടിക്ക് കൊടുക്കണ ഫുഡ്, അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ വയസ്സായവർക്ക് കൊടുക്കണം. അതേപോലെ ഇതിലും പല പല തരംതിരിവുണ്ട്. നമുക്ക് ഇത് വല്ലതും അറിയോ? അപ്പൊ ആ തരംതിരിവ് അവിടുന്ന് ആദ്യത്തെ സെക്ഷനിൽ കയറ്റിപ്പോ 5 സൈസ് സാധനം കയറ്റിയത്. അപ്പൊ അത് ഇത്ര ചാക്ക്, ഇത് 15 ചാക്ക്, അത് 25 ചാക്ക് മറ്റത്, പിന്നെ 10 ചാക്ക് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി നിൽക്കുകയും വേണം. അല്ലാണ്ട് ഇപ്പൊ അവര് കയറ്റി തരുമ്പോ ആ എണ്ണ അവിടെ കൊണ്ടുവന്ന് ഇറക്കുക എന്നുള്ളതല്ല, നമ്മളോട് അതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറയണം. നമ്മൾ നോക്കി എണ്ണത്തിന്റെ ഒപ്പം നിൽക്കണം. അങ്ങനെ അതൊരു എന്താ പറയാ, രണ്ടാമത്തെ സെക്ഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 1 മണിക്ക് കയറ്റാൻ തുടങ്ങി ഒരു 2:30 ആയപ്പോഴേക്കും ആ പരിപാടി അങ്ങോട്ട് തീർന്നു. എന്നിട്ട് പിന്നെ അടുത്തത് 2:30 കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടുന്ന് ബില്ല് അടിച്ചു തരണം. പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ഈ ഇത്ര ലോഡ് കയറ്റിയതിന് ശേഷം വീണ്ടും വെയിറ്റ് എടുക്കണം. പിന്നെ അടുത്ത സെക്ഷൻ കയറ്റുമ്പോൾ വീണ്ടും വെയിറ്റ് എടുക്കണം. അങ്ങനെ ഓരോ സ്ഥലത്ത് 6 പ്രാവശ്യം, ഇപ്പൊ 7 പ്രാവശ്യം ടോട്ടൽ. ഒരു പ്രാവശ്യം വെയിറ്റ് എടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം വെയിറ്റ് എടുത്ത് ഈ 3 ലോഡ് 3 ഇത് സെക്ഷനിൽ കയറ്റാനായിട്ട്. ഏറ്റവും അവസാനം ഈ സെക്ഷനിൽ ഒരു ഞങ്ങളുടെ നാട് കാണിക്കുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ഇത് കാണിക്കണോ? എവിടെയാണ് നിങ്ങളുടെ നാട്? മറന്നു കാണിച്ചോ? പാലക്കാട് എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു ഗൈസ്. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, തമിഴ്നാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് മലയാളത്തിലാണോ തമിഴിലല്ലേ ഇംഗ്ലീഷില്? അങ്ങനെ നമ്മുടെ എന്താ പറയാ ലോഡ് ഏറ്റവും അവസാനം ഒരു 4:30-5 മണിയോട് കൂടിയിട്ട് കയറ്റി ഒരു 5 പ്രാവശ്യം മാറ്റി ഒരു 10 ചാക്ക് കയറ്റുമ്പോൾ മാറ്റി വേറെ സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 5 ചാക്ക് കയറ്റുമ്പോൾ മാറ്റിയിട്ട് കൊടുക്കണം. ഇതൊക്കെ അവിടെ ഇവിടെ ഇരിക്കണം. പല പല സാധനങ്ങളായത് തന്നെ ഒറ്റ ഒരേ സാധനമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കയറ്റണത് ഇത്ര റിസ്ക് പിടിച്ച ഒരു സംഭവം ഇത്രേ വരെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് 5 മണി ആയപ്പോഴാണ് സാധനം എല്ലാം റെഡിയാക്കി പിന്നെ പായ കിട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ബില്ലെടുക്കാനായിട്ട് കയറി. നേരെ ബില്ലെടുക്കാൻ കയറി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂർ ബില്ല് ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എന്താ പറയാ കുളിച്ച് ഡ്രസ് മാറി പോകും. പക്ഷെ ഉണ്ടായ സംഭവം ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെയെന്നല്ല കേട്ടോ. അപ്പൊ എനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലായത് അജീഷേ, ഈ ഒരു സംഭവം മാത്രമല്ല, നമ്മൾ എവിടെ പോയിട്ടോ ആകെ നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മൾ പോയി വന്നില്ലേ, റൗണ്ട് അടിച്ച് വന്നില്ലേ, അതിന്
മാത്രം നമുക്ക് കറക്റ്റ് കയറ്റും ഒറ്റ സമയത്ത് നടന്നു പോയോ അല്ലേ? അതെ, ആ തേനി വന്നപ്പോൾ മാത്രം ഒരു ദിവസം നമുക്ക് പെൻഡിങ് വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ കയറ്റി ഇറക്കി പോയിട്ടായിരുന്നു. പക്ഷെ ഇത് എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രിപ്പ് ഓടിയിട്ട് നമുക്ക് ബാലൻസ് കിട്ടുന്ന സംഭവം ഒരു 5000 രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് വണ്ടി ലോഡ് ഇറക്കുന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഈ 5000 ഡിവൈഡ് ചെയ്യണം 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് ആയിട്ട് വണ്ടി ഓടി വരുമ്പോൾ 5 ദിവസത്തെ ബാലൻസ് നോക്കുമ്പോൾ 5000 ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം കയറ്റി ഇറക്കി പെട്ടെന്ന് കിട്ടലാണ് ഏറ്റവും വലിയ. ഒറ്റ ഡെലിവറി ചോദിച്ചു മേടിക്കുക, അവരെ കയറ്റുന്നു ഒറ്റ സ്ഥലത്തു നിന്ന്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് വരണുള്ളൂ. അത് കാരണം കുഴപ്പമില്ല. ഇപ്പം ഇതൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെ ഇപ്പം അവർ 10-ന് ഇത്ര രൂപ വാടക, 1500 രൂപ വാടക, അല്ലെങ്കിൽ 1000 രൂപ വാടക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് ചിലവ് നമ്മൾ ചോദിക്കുമ്പോൾ 10-ന് ഇത്ര രൂപ എന്നുള്ളതാണ് അവർ പറയുക. അപ്പം 10-ന് ഇത്ര രൂപ വാടക എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വേഗം നോക്കണം എത്ര രൂപ ടോട്ടൽ നമ്മുടെ വാടകയിൽ പോകുന്നുണ്ട്. പിന്നെ കിലോമീറ്റർ നമ്മൾ അപ്പം തന്നെ നോക്കണം. എന്നിട്ട് അവരോട് ചേട്ടാ ഒരു 5 മിനിറ്റോട് തിരിച്ചു വിളിക്കാമെന്ന് പറയുമ്പോഴേക്കും വേറെ വണ്ടി പോകാനും പാടില്ല. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള തലയിലേക്ക് സംഭവങ്ങളൊക്കെ കയറി വരാൻ എത്ര കിലോമീറ്റർ, എത്ര ടോളുണ്ട്, എവിടെ നമ്മൾ കിടക്കണം, അവിടെ എത്ര കാര്യം ഓടണം, അങ്ങനെ വലിയ കുറേ കാര്യങ്ങൾ ഇതോടൊപ്പം നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യ ഘട്ടമായിട്ട് ഇപ്പോൾ നമ്മൾ ആ പെയിന്റ് ഇറക്കാൻ പോയിപ്പോൾ പോസ്റ്റ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി പെയിന്റിന്റെ ഓട്ടം പോവില്ല. പിന്നെ ഇനിയിപ്പോൾ ഇത് ഇറക്കാൻ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇങ്ങനത്തെ കാലിത്തീറ്റയുടെ ഓട്ടത്തിന് പോവില്ല. എന്നാലും ഈ കയറ്റാൻ താമസം വന്നുള്ളൂ, പക്ഷെ വലിയ വലച്ചിലൊന്നും വന്നില്ല. വലിയ വലച്ചിലില്ലേ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ശരിക്കും അങ്ങോട്ട് പ്രേരിപ്പിക്കണേന് തുല്യായില്ലേ, അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഓടാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഇതിന്റെ ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കിയിട്ട് ശരിക്കും ഇന്നലെ നമ്മളെ വണ്ടി വിളിച്ച സമയത്ത് വിളിച്ചാണ് ഇന്ന് ലോഡ് ഇറക്കിയത്. ഇപ്പൊ ലോഡ് ഇറക്കി, അതാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും അങ്ങനെ ലോഡ് ഇറക്കിണ്ടെന്ന് വിചാരിക്കുള്ളൂ. കാരണം ഇന്നലെ 11 മണിയായപ്പോ അവിടെ സ്പോട്ടിൽ ചെന്ന് 12 മണിയായപ്പോ ചെന്ന വണ്ടി ഈ സമയം വരെ കയറ്റി കിട്ടിയില്ല. എപ്പോ വിളിച്ചാലും എന്താ പറയാ കേറ്റിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ ആൾക്കാരായിരിക്കും നമ്മൾ നുണ പറയാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ അടുത്ത് നമ്മൾ പറയുമ്പോഴേ അവര് വിശ്വസിക്കില്ലാന്ന്. അവര് വിചാരിക്കുക നേരെ നമ്മൾ പറ്റിക്കാൻ വേണ്ടി പറയണതാണെന്ന് അവര് വിചാരിക്കുള്ളൂ. ഡിവൈഡർ കൊണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഓരോന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അജീഷേ, ഇങ്ങനെയല്ലേ പഠിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിനക്ക് ഓരോ ട്യൂഷനുകളൊക്കെ തരും. ഇപ്പൊ നീ എനിക്ക് പറഞ്ഞു തന്നതിനൊക്കെ ഞാൻ തിരിച്ച് നിനക്ക് പറഞ്ഞു തരും കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ നയാഗ്രയുടെ പമ്പിലൊക്കെ ഓഫർ ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയതേ ഇവിടെ 91.77. ഇവിടെ വലിയ ഓഫറൊന്നുമില്ല. ഡിസ്കൗണ്ട് 1 രൂപയാണ് 1 ലിറ്ററുമേ ഡിസ്കൗണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ മറ്റൊരു പമ്പിൽ നോക്കിയപ്പോൾ 2 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ നയാഗ്ര നോക്കി നടക്കായിരുന്നു. നേരത്തെ ഒരു നയാഗ്രയിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല, കുറവ് പൈസ കൂടുതലാണ്. 92.75 കാണിച്ചത്. അപ്പോൾ പല സ്ഥലത്ത് പല വിലയാണ്. എല്ലാ നയാഗ്രയിലും ഒരേപോലെ 2 രൂപ കുറവൊന്നുമില്ല. പെരുന്തുറയിൽ ആ ഭാഗത്ത് കാണിച്ചപ്പോഴാണ് 2 രൂപ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ 1 രൂപ കുറവ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കണ്ട് ഒരു പമ്പ് കൂടി ഉണ്ട്. ആ പമ്പിൽ നോക്കിയപ്പോൾ സെയിം വില, അതായത് മറ്റുള്ള പമ്പുകളിൽ വെച്ചിട്ട് സെയിം വിലയാണ്. അല്ലാണ്ട് അവിടെ കൂടുതലില്ല കുറവില്ല. എനിക്ക് ഒന്ന് കൂടുതലാണെന്നുണ്ട്. ചിലപ്പോൾ 1-2 പൈസ കൂടുതൽ വരും. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഈ 1 രൂപയ്ക്ക് 1 രൂപ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കേരളം വിടാൻ പോവല്ലേ. അപ്പോൾ കേരളത്തിലേക്ക് വിടാൻ പോവല്ലേ, അതായത് തമിഴ്നാട് കഴിയാൻ പോവല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് ഡീസലെങ്കിലും പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ലാഭം കിട്ടട്ടെ എന്നുള്ള കണ്ടീഷനിൽ വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക. നല്ല വെയിലുണ്ട് അത്യാവശ്യം. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയതുകൊണ്ട് തോന്നലായിരിക്കും മിക്കവാറും. ഇനിയിപ്പോൾ എത്ര ലിറ്റർ കൊള്ളും എന്നുള്ളത് അറിയില്ല. ഒരു ഹാഫ് ടാങ്കിൻ്റെ താഴെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറയാൻ പറ്റില്ല, ഒന്ന് നോക്കി നോക്കട്ടെ എത്ര കൊള്ളും എന്നുള്ളത്. ഇപ്പോൾ 8000 ആയിട്ടുണ്ട്, 8200 സംതിങ് ആയിട്ടുണ്ട്. ഇന്നത്തെ വില 92.77. 92.77. നമ്മളവിടെ 95 അല്ലേ? 1 രൂപ കുറവ്. ഇതിനകത്ത് 1 രൂപ കുറവുണ്ടോ? ഇതിൽ നിന്ന് ഇതിൽ നിന്ന് 1 രൂപ കുറവ് അല്ലേ? ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല. നമ്മളുടെ കയ്യിൽ എത്ര ലിറ്റർ കൊള്ളും എന്നുള്ളത് അറിയില്ല. ഫുള്ളാക്കിയിട്ട് നോക്കണ്ടേ. നമ്മുടെ ആ ലെവൽ വരെ അല്ലേ നോക്കണ്ടേ? ആ ലെവൽ വരെ നോക്കട്ടെ. കിലോമീറ്റർ നമ്മൾ ഇതടിച്ച് വെച്ചിട്ടുണ്ട്. നിലവിൽ 0 ആക്കി വെച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയെന്ന്. ഇവിടുന്ന് 0 അടിക്കുന്നില്ല. അല്ല, നമ്മൾ ഇതിൽ 0 എഴുതി വെച്ചേക്കാ ചെയ്തേക്കണേ അല്ലേ? അല്ലാണ്ട് ഇത് ചെയ്തിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ട് മതി. അപ്പോൾ എഴുതി വെച്ചതൊന്ന് നോക്കിയിട്ട് മൈലേജ് എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളൊന്ന് കണക്കൂട്ടി നോക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചത് 2.9. ഇപ്പോൾ നിറച്ചും കയറ്റുള്ള വഴിക്കല്ലേ നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിച്ചിട്ടുള്ള 2.9. ഒരു 3 കിട്ടുമായിരിക്കും തോന്നുന്നു ആവറേജ്. അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം അങ്ങോട്ട് പോയപ്പോൾ ലോഡ് കുറവായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ ലോഡ് ഉള്ളത് കൊണ്ട് പറയാനും പറ്റില്ല എന്താവും എന്നുള്ളത്. പയ്യൻസ് ചിരിക്കറേ.
അവൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ചിരിക്കണം. നിന്നെ പോട്ടിருக்கு യൂട്യൂബിൽ പോട്ടിருக்கு ഫുള്ളാ പോടുങ്കോ. ഇപ്പോൾ സമയമല്ല ഇപ്പോൾ ശരി വന്നിട്ട് തെറ്റിപ്പോയി ഗൈസ്. 9,095 രൂപയ്ക്കായി. ഇനിയിപ്പോൾ 9,100 രൂപ എത്ര പിടിക്കും എന്നുള്ളത് നോക്കട്ടെ. സംഭവം 10 രൂപയ്ക്ക് പിടിക്കായിരിക്കും അല്ലേ? 10 രൂപയ്ക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. അപ്പോൾ നമ്മൾ നിലവിൽ അടിച്ചിട്ടുള്ളത് 69,269 രൂപയ്ക്ക് 99 ലിറ്റർ 100 ലിറ്റർ കറക്റ്റ് അടിച്ചു കേട്ടോ. അതാണ് ഉണ്ടായത്. അവിടെ വക്ക് മുട്ടിയില്ലായിരുന്നോ? കറക്റ്റ് വക്ക് മുട്ടിയില്ലേ കറക്റ്റ്? അപ്പോൾ ഇന്ന് മൈലേജ് ഒന്ന് കണക്കൂട്ടി നോക്കിയേ എത്രയാണെന്നുള്ളത് അറിയാൻ. പൈസ കൊടുക്കട്ടെ. അപ്പോൾ 9,269 രൂപ കൊടുക്കട്ടെ കേട്ടോ. ഇനി മൈലേജും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കട്ടെ. വണ്ടിയൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂട്ടിയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ എത്ര കഴുകിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അയ്യോ 3.8 ആണോ? അത്ര കയറിയോ? 3.8 കിട്ടി. അപ്പോൾ നോക്കട്ടെ ഒന്ന്. കറക്റ്റ് ആണെങ്കിൽ അടിപൊളി. അത്ര കിട്ടുകയാണെങ്കിൽ പ്രശ്നമില്ല. 3.8 ആണെങ്കിൽ എൻ്റെ ഓടിക്കലിൻ്റെ ഒരു കഴിവേ. അജീഷ് ഞാൻ മത്സരം. എൻ്റെ ഓടിക്കലിൻ്റെ ഒരു കഴിവേന്ന് അജീഷ്. ഞാനാ കൂടുതൽ ഓടിച്ചത്. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ വക്ക് മുട്ടിച്ചടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. ഞാൻ എഴുതി വയ്ക്കട്ടെ. എന്തായാലും മൈലേജ് ഒരു നെക്സോൺ വരുന്നത്. അത് പോയി എടുത്തോ കേട്ടോ. ഈ കാലങ്ങൾ പോയി എടുത്തോ. ബട്ട് റൈറ്റ്. അപ്പോൾ എന്തായാലും മൈലേജ് ഞങ്ങൾ വീണ്ടും ഒന്ന് രണ്ടാമതും റീസ്റ്റഡി നടത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്നത് 2.9 അപ്പോൾ നമുക്ക് എങ്ങനെ 3.9 വന്നേ എന്നുള്ള അജീഷിൻ്റെ ആ കണക്കൂട്ടൽ ഞാൻ പൊളിച്ച് പാളീസാക്കി കൊടുത്തു. കൂടുതൽ നേരം വണ്ടി ഓടിച്ച അജീഷായിരുന്നു, ഞാനല്ല. ഇനി നീ എൻ്റെ തലയിലേക്ക് ഇടാൻ നോക്കണ്ടല്ലോ ഒന്ന്. അങ്ങനെയുണ്ടോ അജീഷേ? റോഡിൻ്റെ ആണല്ലേ. കാരണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണക്കും കാര്യങ്ങളും വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഡീസൽ അടിച്ചിട്ടുള്ള കിലോമീറ്റർ 308 ഓടിയിട്ടുള്ള 384 എന്തായാലും അത്രയും കണ്ടാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയപ്പോൾ 308 കണ്ട്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3.08 കിട്ടിയേക്കണം, അല്ലാണ്ട് 0.8 അല്ല. അപ്പൊ അജീഷ് പെട്ടെന്ന് 8 ഇപ്പുറത്ത് കണ്ടപ്പോ 3.8 അല്ല 3.08. അത്ര കാണിച്ചിട്ടില്ലേ. അപ്പൊ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി. അതാണ് ഞാൻ പറഞ്ഞു ഞാനേ കൂടുതൽ ഓടിച്ചേക്കണേ. കാരണം എന്താ വെച്ചാൽ മൈലേജ് കൂടുതൽ കിട്ടിയില്ല. ഇപ്പൊ മൈലേജ് കുറവെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അജീഷ നീയെ കൂടുതൽ ഓടിച്ചേക്കണേന്ന്. അപ്പൊ ഇനിയിപ്പോ മൈലേജ് എപ്പോ കൂടുതൽ കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അജീഷ ഞാനാ വണ്ടി ഓടിച്ചേക്കണേ കേട്ടാ. അജീഷിന് എന്താ പറയണ്ടേന്ന് ഐഡിയ ഇല്ലാണ്ടാ നിക്കണത്. കുഴപ്പമില്ലടാ പോട്ടെ. അപ്പോൾ ഇത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂടിയുള്ളതല്ല. അപ്പോൾ നമുക്കറിയാം എന്താണ് മൈലേജ് കിട്ടാത്ത. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മളും എല്ലാം അരിച്ചരിച്ചാ പോണത്. ഇപ്പോൾ മറ്റേ വഴിക്കാണെങ്കിൽ ചിലപ്പോൾ ലേശക്കടിയും കൂടുതൽ കിട്ടും. ഏത് ഹൈവേയിലാണെങ്കിൽ അവിടെ കയറ്റം കുറവാണല്ലോ. പക്ഷെ എത്ര ടോൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 1 പോയിന്റ് 2 പോയിന്റ് മൈലേജ് കുറഞ്ഞാലും അവിടുത്തെ ടോൾ പൈസ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ലാഭം. അപ്പോൾ ഞങ്ങളൊന്ന് രണ്ടും കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വഴിക്ക് വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ചെറിയ കയറ്റങ്ങൾ ഉള്ളതുകൊണ്ട് ഇരുന്നാണ് വലിച്ചിങ്ങനെ മെല്ലെ പോണത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അവിടെ നിന്ന് വരുമ്പോൾ മൈലേജ് കാണിച്ചായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരുമ്പോൾ 3.5 വരെയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ കുറഞ്ഞ് വന്നിട്ട് 2.9 വന്നത്. ഇനിയിപ്പോൾ നീ 0 അടിച്ചിട്ടില്ലേ? ഇനി ഈ 0 അടിച്ചിട്ട് ഞങ്ങൾ നോക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡീസൽ അടിക്കണ വരെ ആവറേജ് ഇതിനകത്ത് എത്ര കാണിക്കണേന്ന് നോക്കണത്. അപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് കാണിക്കുന്നത് ഇതിനകത്ത് കാണിക്കുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടോന്ന്. ഇപ്പോൾ വലിയ വ്യത്യാസം ഇല്ല കേട്ടോ. ഇതിനകത്ത് ലാസ്റ്റ് കാണിച്ചത് 2.9 ആണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൈലേജ് 3. അപ്പോൾ സെയിം തന്നെ, അല്ലാണ്ട് കൂടുതലും ഇല്ല കുറവുമില്ല. അപ്പോൾ ഡീസലിൻ്റെ കേസ് അങ്ങനെ. നയാഗ്രയിൽ പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ലിറ്ററിന് വില കുറവാന്ന് പറഞ്ഞില്ലേ, അതിലൊരു കേസ് ഉണ്ട്. ഇവരെ ബില്ല് തരുമ്പോൾ നമ്മൾ 100 ലിറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പമ്പിലെ റേറ്റ് എത്രയാണോ ആ റേറ്റാണ് ബില്ലിൽ അടിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ പേ ചെയ്യുന്ന സമയത്ത് ബില്ലിനേക്കാളും നമുക്കിപ്പോൾ 100 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 1 രൂപ വെച്ചിട്ട് 100 രൂപ കുറവാണെങ്കിൽ ആ 100 രൂപ നമുക്ക് പൈസ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപ ബില്ലിൽ 100 രൂപ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് 100 രൂപ കുറച്ച് കൊടുത്താൽ മതി പൈസ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ 2 ഇതുണ്ട് കേട്ടോ. അപ്പോൾ ബില്ല് നോക്കണതും ഇത് തമ്മിൽ നയാഗ്ര അടിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ വില കുറവ് കിട്ടും. എന്താടാ ബില്ലിലിപ്പോൾ കറക്റ്റ് എമൗണ്ട് തന്നെയാണ്. അതിലാണ് ഇപ്പോൾ നമുക്ക് 100 രൂപ ലെസ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബില്ല് എമൗണ്ട് നോക്കി നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ 100 രൂപയും കൂടുതലാണ്. അപ്പോൾ കുഴപ്പമില്ല, ചോറിനുള്ള പൈസ കിട്ടി മതി. ചിലവാശിങ്ങിനും കിട്ടിയെന്ന് പറയില്ലേ. അപ്പോൾ അതെങ്കിൽ അതിപ്പോൾ നമ്മൾ ആകെ 100 ലിറ്റർ ആണല്ലോ അടിച്ചോളൂ. അപ്പോൾ കൂടുതൽ അടിക്കുകയാണെങ്കിൽ 100 എന്നുള്ളത് 200 കിട്ടും, 300 കിട്ടും, 500 കിട്ടും.
300 കിട്ടിയാനെ, അത് ശരിയാ. അപ്പോൾ ആ 2 രൂപ വെച്ച് കുറവുള്ള സമയത്ത് നമ്മുടെ ടാങ്കാണെങ്കിൽ ഫുള്ളായിരുന്നു. ആ സമയത്ത് നമുക്ക് പറ്റണ്ടേ. ഇവിടെ നോക്കിയ കോഴിയുടെ ഫാമുകൾ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തിനാണ് ആടിൻ്റെ, അങ്ങനെ കുറേ ഫാമുകളും സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഈ വഴിക്ക് വരുമ്പോൾ. ഈ റോഡ് സൈഡിൽ തന്നെ, നമ്മുടെ നാട്ടിലൊക്കെ റോഡിൻ്റെ സൈഡിൽ ഈ വക സംഭവങ്ങളൊക്കെ നടത്തിയ പിറ്റേ ദിവസം തന്നെ അടിച്ചു ഓടിപ്പിക്കില്ല ആൾക്കാരെ. വല്ല ആളില്ലാത്ത ഏറ്റവും വലിയ മലയുടെ മുകളിലൊക്കെയാണ് വല്ല ഫാം നടത്താൻ പറ്റുള്ളൂ. അല്ലാത്ത സ്ഥലത്തൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടച്ചു പൊട്ടിക്കും. ഇവിടെ അങ്ങനത്തെ കേസൊന്നും ഇല്ല. ഇപ്പോൾ ഒരുപാട് ഫാമുകൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടു കേട്ടോ. പിന്നെ ഈ വഴിക്ക് ഇഷ്ടംപോലെ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിറച്ചും വണ്ടികളും കാര്യങ്ങളൊക്കെ. അത് കാരണം തന്നെ ഫാക്ടറിയിൽ നിന്ന് ലോഡ് എടുത്ത് വരുന്നതും സംഭവങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മെല്ലെ പുതിയ വഴിയിലത്തെ എല്ലാ കാഴ്ചകളും കണ്ട് 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 ഇങ്ങനെ വരികയായിരുന്നു. ഗൈസ്, അങ്ങ് അകലതേ കാണുന്നത് നമ്മുടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഗോഡൗൺ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അജീഷ് ഇതിന് മുന്നേ അവിടെ വന്നിട്ട് ലോഡ് കയറ്റിയിട്ടുണ്ടെന്ന് പറയണേ. അവിടെ ലോഡ് കയറ്റാൻ ചെല്ലുന്ന ഡ്രൈവർമാർക്കൊക്കെ ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? ചായ കുടിക്കുമ്പോൾ പോലും കിട്ടണില്ല, എന്നിട്ടാണ് ഇനിയിപ്പോൾ ഫ്രീ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല നിലവിൽ. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കയറ്റണമെങ്കിൽ നമുക്ക് വരേണ്ട സ്ഥലം എവിടെയാണെന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ അത് അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഇപ്പം അജീഷ് നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈറോഡ് ടൗണിൽ ടച്ച് ചെയ്യാണ്ട് ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ ലോഡ് കയറ്റിയതിന് ശേഷം അതെ ആ വഴി ഇല്ല, ആ വഴിക്ക് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും മറ്റേ ഇതിലെ പോയിട്ടല്ല വരണ്ടേ, ഹൈവേക്കടെ കൂടിയിട്ട് നമ്മൾ കയറി വരികയല്ലേ ചെയ്യാം. ആർട്ടിയോ ഇല്ല ഈ വഴിക്ക് വരുമ്പോ. ഒരു കേരള ആർട്ടിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെക്ക് പോസ്റ്റും കുറവുണ്ട്. അപ്പൊ ആ ഒരു ലാഭം കിട്ടും. അപ്പോൾ തമിഴ്നാട് ആർട്ടിയോന്റെ ഒരു 200, നമ്മുടെ ആർട്ടിയോന്റെ ഒരു 100-300 രൂപ അങ്ങനെ ഒരു കുറവ് കിട്ടുകയാണെങ്കിൽ ഈ വഴിക്ക് നീങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ഓവർലോഡ് ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കാരണം വെച്ചാൽ അതൊക്കെ ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ അത് തന്നെ. അപ്പൊ പിന്നെ നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ടല്ലോ. നമുക്ക് ഈ വഴിക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊരു കയറ്റത്തിന് ഒരു ഇറക്കം കിട്ടണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കുകയാണെങ്കിലേ ഈ പറഞ്ഞ പോലെ ന്യൂട്രൊക്കെ അടിച്ചിട്ട് ആൾക്കാർ മൈലേജ് ഒക്കെ കൂട്ടും. പക്ഷെ അതിലൊന്നും കാര്യമില്ല കേട്ടോ. അങ്ങനെ അത് വണ്ടിക്ക് അത് കംപ്ലൈൻറ്റ്, നമ്മൾ രണ്ടാമത് ക്ലച്ച് ചവിട്ടി ഒരു പോക്കിൽ നിന്ന് വീണ്ടും വലിച്ചിട്ട് അത് ബസ്സൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോഡ് വണ്ടി 10-25 ടണ്ണ് വെച്ചിട്ട് നമ്മൾ ന്യൂട്രൽ അടിച്ച് വീണ്ടും ഗിയർ മാറ്റി, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആവറേജ് മൈലേജ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കുന്നത് ഭംഗിയായിട്ട് ഓടിക്കുക. പിന്നെ ചിലവർ ഇങ്ങനെ ക്ലച്ചുമ്മലൊക്കെ കണ്ടമാനം താങ്ങി ക്ലച്ചുമ്മലൊക്കെ കാല് വെച്ച് ഓടിക്കുക. അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജും ഷോർട്ടാവും. നമ്മൾ അറിയില്ല, ക്ലച്ചുമ്മ കാല് വെച്ചിട്ട് ആ റേസ് ആവണം നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. അതുപോലെ ക്ലച്ചും പെട്ടെന്ന് തീരും. നമ്മളിപ്പോൾ ഈ വന്നിട്ടുള്ള വഴി ഏത് വഴി നടാ അജീഷ പറയണേ? ചെട്ടിപ്പാളയം എത്തി നമ്മൾ അല്ലേ. ഇനി ചെട്ടിപ്പാളയത്തിൽ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടത് കേട്ടോ. വേലന്താവളം വഴി അല്ലേ. വേലന്താവളം എന്ന് പറഞ്ഞാൽ പാലക്കാടിന്റെയും ഗോവിന്ദാപുരം കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് കയറും അതല്ലേ. വേലന്താവളാണ് ബോർഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ. അവിടെ അപ്പൊ തമിഴ്നാട് കുറെ ബോർഡറുകൾ ഉണ്ടല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആകെ വാളയാർ പരമശിവം എന്ന് പറയുന്ന പോലെ വാളയാർ മാത്രം അറിയുള്ളേ. പിന്നെ അറിയണത് ഗോവിന്ദാപുരം. അപ്പൊ അങ്ങനെ 2-3 അറിയുള്ളൂ. ഇപ്പൊ ഈ യാത്രകളിൽ നമുക്ക് കുഞ്ഞെ ചെക്ക് പോസ്റ്റുകൾ വരെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ പഠിച്ചു വെക്കണം നല്ലതാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴിക്ക് വേണമെങ്കിലും നമ്മളുടെ ലോഡ് കിട്ടുന്നതനുബന്ധിച്ച് പിന്നെ ഹൈവേ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അതിലങ്ങോട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റേ. പിന്നെ ഈ മെയിൻ സെന്ററുകൾ വരുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ വഴിക്ക് വരുമ്പോൾ ഒരു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു കേസ് കെട്ടില്ല. എങ്ങടെ വഴി എന്നുള്ളത് അറിയില്ലേ, ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ കുഴപ്പമില്ല. അത് കോയമ്പത്തൂര്, അങ്ങോട്ട് പോയി കോയമ്പത്തൂര് അല്ലേ. അങ്ങോട്ട് പോയി കോയമ്പത്തൂര്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് മറന്നു പോകുമ്പോൾ അപ്പോൾ തന്നെ പറയാം നേരത്തെ പറഞ്ഞ സ്ഥലം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് തന്നെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ സ്ഥലം ഏതാന്ന് 2 ഇത് ബാക്കിലേക്ക് ഒന്ന് അടിച്ചാൽ മതിയെന്ന്. ഓ, കരിക്ക് കൊണ്ടുപോകണ കരിക്കോ തേങ്ങയോ എന്തായാലും സിറ്റിക്കുള്ളിൽ തന്നെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളുടെ വണ്ടി ഒന്ന് അടിപൊളിയായിട്ട് കഴുകണം കേട്ടോ അജീഷിന് നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാക്ടറികളിലൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രക്ഷയില്ല. വണ്ടിയുമ്പോൾ വീണ്ടും പൊടിയായിക്കൊണ്ടിരിക്കും. പിന്നെ റണ്ണിങ്ങിൽ കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടുമില്ല. എന്ന് ഇനിയിപ്പോൾ ഈ വണ്ടി അവിടെ ഓടിയെത്തുമ്പോൾ എന്തായാലും രാത്രി ആവാണ്ടിരിക്കില്ല. കാരണം നമുക്ക് ഇത്രയധികം കിലോമീറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് എന്നാൽ മെല്ലെ പോകാൻ പറ്റുള്ളൂ. ഇതിലെ പോണ ഒരു ഇതിൽ നമുക്ക് പോകാനും പറ്റില്ല. ബ്ലോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് മെല്ലെ പോകേണ്ട വരും. പറയെടുത്ത് ഒരേ സ്ഥലത്ത്. അത് തന്നെ. ഇപ്പോൾ 1000 രൂപ കിട്ടിയ പോലെ ഇനി ഏതെങ്കിലും വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് 1000 മേടിച്ചുകൊണ്ട് പോകേണ്ടി വരും. അത് 1000 അല്ല, ഇത് 1000 കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. നിറച്ചും 1000ങ്ങളാവും വരിക.
അല്ലെങ്കിൽ ഓവർടേക്ക് ഇല്ലാണ്ട് ഒരു സൈഡിൽ പിടിച്ച് പോവാ 40-ല്. ആര് വന്നു കഴിഞ്ഞാൽ അവർ അപ്പുറത്തെ സൈഡിൽ കയറി പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. ഇത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാത്രി പോകുമ്പോൾ നന്നാവുക. രാത്രി ആകുമ്പോൾ നമുക്ക് ഒരു സൈഡ് അങ്ങ് ചേർന്ന് പോവാം. ഇതാകുമ്പോൾ ആൾക്കാർ ബാക്കിൽ വന്ന് ഓൺ അടിക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡാകുമ്പോൾ ബുദ്ധിമുട്ടാണ്, വഴിയിൽ നിന്നൊക്കെ വണ്ടികൾ കയറുന്നത് കൊണ്ട്. എങ്ങനെയായാലും കുഴപ്പമില്ല, നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇന്ന് പോവാം. ഇപ്പോൾ ഇനിയും കിലോമീറ്ററുകൾ കണ്ടമാനം ഓടാണ്ട്. നമ്മുടെ നാട്ടിലെ ടിപ്പറാണ് കേട്ടത്, KL9 അല്ലേ? നിന്റെ നാട്ടിലെ, നമ്മുടെ നാട്ടിലെന്ന് പറയാൻ പറ്റില്ല, നിന്റെ. സന്തോഷമാണ് കേട്ടോ. അജീഷിന് പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം പ്രത്യേകമായിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചു. ഇവിടെ കല്യാണ വീടാണ് കാണുന്നത്, കല്യാണ പരിപാടിയെന്ന് തോന്നുന്നു, പാർട്ടി പരിപാടി. ജയിലിലെ പോസ്റ്റ് ഉണ്ട്. ശരി ശരി, പാർട്ടി പരിപാടിയാണ്. പിന്നെ ഇവരെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഏതാന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. ഏത് വഴിക്കാണ് കറക്റ്റ് വരണേന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഗൂഗിൾ നോക്കി നിൽക്കണം. കോയമ്പത്തൂർ അല്ല, ഇംഗ്ലീഷിൽ എഴുതില്ലെന്നേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മലയാളത്തിലും ഇല്ല, തമിഴില് മാത്രമല്ലേ ഉള്ളൂ. ഇംഗ്ലീഷിലും എഴുതും, രണ്ടിലും എഴുതും. അതെ, അതുകൊണ്ട് തന്നെ അറിയണില്ല നമുക്ക് സ്ഥലം തമിഴിൽ എഴുതണത്. ഇത്ര നേരം നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് മാപ്പിനെ വളരെയധികം ആശ്രയിച്ചിട്ടാ വന്നത്. മാപ്പ് എന്ത് പറയണോ അതൊക്കെ അനുസരിച്ച് പോകാനും, അല്ലെങ്കിൽ രണ്ടുപേരോട് ചോദിച്ചിട്ടായാലും പോയിരുന്നു. ഇപ്പൊ അജീഷ് പറയണ ഇനി മാപ്പും വേണ്ട, ഒരു കൂപ്പും വേണ്ടാവും. അജീഷിന്റെ നാട് വഴിയായി. അപ്പൊ അതായത് കുഴപ്പമില്ല, എപ്പോഴും വരണല്ലേ ഈ വഴിക്ക്, ഇവിടുന്ന് അങ്ങട്. എന്നാലും വഴി അറിയണ വഴിയല്ലേ, ഇനിയിപ്പോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ പോകണമെന്ന്. മറ്റത് അങ്ങനെയല്ലല്ലോ. എന്തോ വലിയ ഫാക്ടറിയാണ് കേട്ടോ. ഇതൊക്കെ ഒറ്റൊരു ബൗണ്ടറിയിലുള്ള ഫാക്ടറി ആയാലും കുഴപ്പമില്ല. മറ്റത് അങ്ങനെയല്ല, വ്യാപിച്ച് കിടക്കുക. നമ്മളോട് പറയാ എന്നിട്ട് B11 പൊക്കോ ലോഡ് കയറ്റാൻ. നമ്മളെവിടെ B11 ഒക്കെ കണ്ടുപിടിക്കണത്? 11 എന്ന് പറയുമ്പോൾ 11 ഗോഡൗണുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ B7 പോകാൻ പറഞ്ഞു, A7 പോകാൻ പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടോ, ഇതും വലിയ എന്തോ ഫാക്ടറിയാണ്. സോളാർ ഇപ്പോൾ വെച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല തമിഴ്നാട്ടിൽ. വലിയ ഫാക്ടറികളിലൊക്കെ കണ്ടമാനം ഡിസ്കൗണ്ട് കൊടുക്കണ്ടല്ലോ. ഇതൊക്കെ ഫാക്ടറികൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഫാക്ടറികൾ. ഇത് ലൂക്കർ. ലൂക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബൾബും അതുപോലെ സ്വിച്ചും ലൂക്കർ ഫാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതേ ലൂക്കർ. അപ്പോൾ അജീഷ്, ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ അടുത്താണ് ലൂക്കർ. അതും പിടികിട്ടി. അങ്ങേ സൈഡിൽ ഫുള്ള് തക്കാളി തോട്ടമായിരുന്നു കേട്ടോ. പക്ഷെ തക്കാളിയുടെ ചെടിയൊക്കെ ആകെ കരിഞ്ഞു തുടങ്ങി. തക്കാളി ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കണ്ടായിരുന്നു. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്നാൽ കൂടിയും തക്കാളി ഉണ്ടായി നിൽക്കണ എന്തോരെന്നറിയോ. ഇവിടെയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീഡിയോ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളെ വരുന്ന വഴിക്ക് GSTയുടെ ആൾക്കാർ കൈ നീട്ടിട്ടോ. GSTയുടെ ആൾക്കാർ കൈ നീട്ടി കഴിഞ്ഞിട്ട് അവർ ഫുള്ള് പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി. തമിഴ്നാടിൻ്റെ GST അല്ലായിരുന്നു അത്? തമിഴ്നാടിൻ്റെ GST ആണ് കേട്ടോ. അപ്പോൾ അവർ നോക്കി, അത് കഴിഞ്ഞ് എല്ലാ സ്ലിപ്പുകളും കാര്യങ്ങളും നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പം തന്നെയായിരുന്നു GSTയുടെ ആൾക്കാർ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേലന്താവളം ചെക്ക് പോസ്റ്റാണ് ഇനി നമ്മളുടെ അടുത്തെത്താൻ പോണത്. അല്ലേ, എത്താറായോ വേലന്താവളം? ഇതാണ് വേലന്താവളം. ഞാൻ ഈ വഴിക്ക് നമ്മുടെ AI ക്യാമറ വന്നിരിച്ച് കേരളം എത്തി എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് അറിയണമെങ്കിൽ AI ക്യാമറ നോക്കിയാൽ മതിയിട്ടേ. പാലം കഴിഞ്ഞ് കയറി ചെല്ലുന്നത് കേരളത്തിലേക്കാണ്. ഇങ്ങനെ ക്യാമറ കൊണ്ട് പിഴിയാനിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം എനിക്ക് തോന്നുന്നു ഈ കേരളം മാത്രമാണ്. ക്യാമറ കൊണ്ട് ജീവിക്കുക, മദ്യം വിറ്റ് ജീവിക്കുക, ലോട്ടറി വിറ്റ് ജീവിക്കുക. അതെ, ലോട്ടറി കടകളും. എൻ്റെ പൊന്നോ, കേരളം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ, പിന്നെ പറയണ്ട. ഇത് ചെക്ക് പോസ്റ്റാ? ഇലക്ഷൻ്റെ നിറച്ചും പോലീസുകാരൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പണം കൊണ്ടുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ വണ്ടികൾ അല്ലേ? അതെ, അതാണ് സംഭവം കേട്ടോ. ലോട്ടറി കച്ചവടം പൊളിക്കണം. രണ്ട് സൈഡിലും നോക്കി ഫുള്ള് ലോട്ടറി കടകൾ മാത്രം. കണ്ടോ, ഇത്രയധികം ആൾക്കാർ ലോട്ടറി എടുത്ത് നശിക്കണ്ട. അപ്പോൾ എൻ്റെ പൊന്നേ, കണ്ടോ ഫുള്ള് സ്ഥലത്ത് ലോട്ടറി. അപ്പോൾ എത്ര പ്രതീക്ഷ വെച്ചിട്ട് ആൾക്കാർ ലോട്ടറിയിൽ ഇരിക്കുന്നത്. ഈ ഭാഗത്തെ സകല ആൾക്കാരും അപ്പോൾ ലോട്ടറി നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരാന്ന് മനസ്സിലായി. പോവാ. ഈശോ, എൻ്റെ പൊന്നെ, ആ വണ്ടിയുടെ ലോഡ് നോക്കിയത് വേറെ ആൾക്കാരെ കൊണ്ടുപോകില്ല. വണ്ടി പറപ്പിച്ചിട്ട് സംഭവേ പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്ത് തന്നിട്ട് 2 ഹോൺ അടിച്ചിട്ട് ആ ഓട്ടോറിക്ഷയെങ്കിലും നീങ്ങും നോക്ക്. ആട്ടക്കടലാസാണ് സംഭവം. പോവാ.
ഇങ്ങനെ വണ്ടികൾ കൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളമായത് നമുക്ക് അപ്പം തന്നെ ഉറപ്പിക്കാം. അതെ ശരിയാ, ഇത് ബോർഡറാണല്ലോ, ഇവിടെ രണ്ടും പറയും അല്ലേ. പക്ഷെ ബോർഡറിൽ താമസിക്കാൻ നല്ലത്. രണ്ടുപേരെ ഗുണഗണങ്ങൾ അറിയാം. കേരള ബസ്സുകൾ വാളയാർന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, തമിഴിൽ എഴുതിയിട്ടുണ്ട്. വേലന്താവളം ബ്രാഞ്ച്, വേലന്താവളം പാലക്കാട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലേ? പാലക്കാടേക്ക് എത്തിന്ന്. നിങ്ങൾ ഇങ്ങനത്തെ ഭാഷകളൊന്നും പറയില്ലെന്ന്. നിങ്ങൾ പാലക്കാട് എല്ലാവരും ഇപ്പടി തന്നെ അല്ലല്ല, നിങ്ങൾ തമിഴ് മറ്റേ എന്താ പറയാ പാലക്കാട് ഭാഷയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കുന്നത് തൃശ്ശൂർ ഭാഷയാണ്. നിങ്ങൾ പാലക്കാട്. രണ്ടുപേര് രണ്ട് ഭാഷയാണ് സംസാരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങളുടെ ഭാഷ. എല്ലാ ടിപ്പറുകളും ഈ വഴിക്കാണ് കേട്ടോ വരുന്നത്. ഈ വഴിക്കേടാ അപ്പൊ ക്രഷർ ഉണ്ടാവൂലേ, ക്രഷറിലേക്ക് പോണ വഴിയാവൂലേ ഇത്. തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് എടുത്ത് കേരളത്തിലേക്ക് വരുന്നതായിരിക്കും അല്ലേ. പക്ഷെ ഞങ്ങളുടെ അവിടെയുള്ള വണ്ടികളൊന്നും ഇപ്പൊ അധികം വരുന്നില്ല. ഇവിടെ എന്തോ തടുക്കുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴിക്ക് വരുന്നേ ഇല്ലല്ലോ. ഈ വശത്തേക്ക് നമ്മുടെ വശത്ത് നിന്നൊക്കെ വണ്ടികൾ വരുന്നത് കുറഞ്ഞു. ആദ്യമൊക്കെ ഭയങ്കര വണ്ടികൾ, വണ്ടി, എല്ലാ വണ്ടിയും തമിഴ്നാട് പോയി ലോഡ് എടുക്കലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞു. ഏറെക്കുറെ കുറെ നിന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഈ പാലക്കാട് വണ്ടികൾ മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ. ഞാൻ നെമ്മാറ വേല എന്നാ അങ്ങനെ നമ്മൾ കേരളത്തിന്റെ ആർടി ഓഫീസും കഴിഞ്ഞു കേട്ടോ. നേരെ കേരള, ഫുൾ കേരളമായി അല്ലേ. ഇനി നേരെ കേരളത്തിലൂടെയുള്ള യാത്രയാണ്. നമ്മുടെ നാട്ടിലേക്ക് എത്തി എന്ന് പറയാം. നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കുറവുണ്ടെങ്കിലും നമ്മുടെ നാടെത്തുമ്പോൾ നമുക്ക് മാനസികമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അത് ഭയങ്കര. ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ മാനസിക സുഖമുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. അത് നമുക്ക് ഏറ്റവും അധികം തോന്നിയിട്ടുള്ളത് ആദ്യകാലത്തേക്ക് നമ്മളിങ്ങനെ പഠിക്കാൻ വേറെ സംസ്ഥാനത്തൊക്കെ പോയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരില്ലേ. അപ്പോൾ ഞങ്ങൾ പിള്ളേർ പറയും, കേരളത്തിലെ വാളയാർ കഴിഞ്ഞിട്ട് കാറ്റടിച്ചാൽ മതി, ആ സന്തോഷം അപ്പം തന്നെ കിട്ടുന്നു. അതേപോലെയാണ് നമ്മുടെ നാട്ടിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ മലയാളം ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു മലയാളം വണ്ടികൾ നിറച്ചും കണ്ടു തുടങ്ങുമ്പോൾ ഒരു മാനസിക സംതൃപ്തി വരും. അതിപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴല്ല, ആഴ്ചകളോളൊക്കെ കഴിഞ്ഞിട്ട് വരില്ല, അല്ലെങ്കിൽ മാസങ്ങളോളൊക്കെ കഴിഞ്ഞ് വരിക. അങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് റോട്ടിക്കട ഇങ്ങനെ വരുന്ന സമയത്ത് കേരള ബോർഡർ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതെന്താ റോഡ് സൈഡിലെ സബോള. ഇപ്പോൾ ഇവിടെയൊക്കെ സബോളയുടെ വില വെളുത്തുള്ളി 200 രൂപ കേട്ടോ. തമിഴ്നാട്ടില് 1/2 കിലോ എന്നാണ് എഴുതിയത്. 4 കിലോ, അത് 6 കിലോ ഉള്ളി. സബോളയ്ക്ക് എത്രയാ? 4 കിലോയ്ക്ക് 100 രൂപ. ഞാൻ പറഞ്ഞ 6 കിലോ ഉള്ളിക്ക് 100 രൂപ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ മറ്റേ വെള്ളപ്പൂണ്ട് വെളുത്തുള്ളിക്ക് 200 രൂപ കിലോ. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് വില കുറവായിരിക്കും കേട്ടോ. കാരണം പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് നേരിട്ട്. അങ്ങനെ അവരുടെ സാധനങ്ങൾ റോഡ് സൈഡിൽ തന്നെ വെച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനൊക്കെ വില കുറയും നന്നായിട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും. അത് പച്ചക്കറി ആയാലും തോട്ടത്തിൽ നിന്ന് അവർ ഡയറക്റ്റ് പൊട്ടിക്കുന്ന സമയത്ത് നമ്മളുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ച് തരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതും പൈസ ഒക്കെ കുറച്ച് കിട്ടാറുണ്ട് പല സാധനങ്ങളും. നമ്മൾ വരുന്ന വഴിക്ക് എന്തെല്ലാം പച്ചക്കറികൾ കണ്ടെന്ന് അറിയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചാർജിൽ കുത്തിയിട്ടേക്കായിരുന്നു. ആ പച്ചക്കറി തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ പോകുന്നായിരുന്നു. നമ്മുടെ വെണ്ടയ്ക്ക, തക്കാളി, അതുപോലെ തന്നെ വഴുതനങ്ങ, പിന്നെ പടവലങ്ങയുടെ ഒക്കെ വലിയ തോട്ടങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ വഴി സൈഡിൽ കണ്ടായിരുന്നു. അത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് ആ സൈഡിലിടാം മറ്റേ ഫാൻ വെച്ചിട്ടുണ്ടല്ലോ, കറണ്ടിന്റെ ഫാനില്ലേ, മറ്റേ വലിയത് കറങ്ങണത് കാറ്റാടിപ്പാടത്തുള്ള പോലത്തെ. അപ്പൊ അത് തമിഴ്നാടിന്റെ ആണോ അത് കേരളത്തിന്റെ ആണോ? കഞ്ചിക്കോട്. അത് അവിടെ നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലേ ഈ സാധനം വെച്ചിട്ടുണ്ടല്ലേ? കണ്ടുണ്ടാവും, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ ഇതിൽ വന്നപ്പോ ആ മൂലയ്ക്ക് ഇരിക്കണ കണ്ടപ്പോൾ ഇത് എവിടത്തെയാന്ന് എന്താന്നുള്ളത് അറിയില്ലല്ലോ. ഇവിടെയൊന്നും നമ്മുടെ ആർടിഒ ചെക്ക് പോസ്റ്റിൽ കൈനീട്ടുള്ള പൈസ മേടിക്കുക അല്ലെങ്കിൽ വേറെ യാതൊന്നുമില്ല കേട്ടോ. ഇപ്പൊ തമിഴ്നാടായാലും അതേപോലെ തന്നെ മറ്റേ ഇവിടെ ആയാലും എന്താ പറയാ, നമ്മുടെ കേരളത്തിലായാലും ഒരു പ്രശ്നമില്ല. പക്ഷെ
നമ്മുടെ മെയിൻ ചെക്ക് പോസ്റ്റുകളിലൊക്കെ പ്രശ്നമാണ്. അവിടെ ബലമായിട്ട് പൈസ വെട്ടിക്കുകയാണ്. എത്ര വീൽ, ഇത്ര വീൽ, ഇത്ര രൂപ. എന്തൊരു അവകാശം പോലെ പറയണേ. ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കണേ എന്തിനെ ചോദിക്കണം. ആ വീലെണ്ണീട്ട് പൈസ മേടിക്കാന്ന് പറയില്ലേ. എന്നത് ഓടിയന്റെ ബാലൻസ് ചെയ്ത് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒന്നും കൊടുക്കണ്ടായിരുന്നേ. അജീഷ, കേരളത്തിൽ ഊണ് കഴിക്കണം കേട്ടോ നമുക്കിനി. കേരളത്തിൽ ഊണ് കഴിക്കണമെന്ന്. എന്താ നീ ഒന്നും പറയാത്ത? കേരളത്തിൽ ഊണ് വേണ്ട നിനക്ക്? തമിഴ്നാട്ടിലേക്ക് ഊണ് മതിയാ? നീ വേറെ എന്താ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ? പിന്നെന്താ കേരളത്തിൽ ഊണ് കഴിക്കാന്ന് പറഞ്ഞപ്പോ നിന്റെ ഇതൊരു റെസ്പോൺസും ഇല്ല. ശരിയാക്കാം. ഇനി കാര്യം മനസ്സിലായി എന്താന്ന്? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാ. എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് അപ്പൊ അറിയാലോ. കാര്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായപ്പോ. റോഡിന്റെ സൈഡ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടുപോകും. കറക്റ്റ് ഇതിൽ പിടിക്കണം നമ്മൾ. രണ്ട് സൈഡും എന്താ ആനയുടെ പുറം പോലെ റോഡ് ഇരിക്കണത്, റാ പോലെ. എന്നാൽ ഈ സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്. എന്ന് വെച്ചാൽ അവിടേക്ക് ലേശം അങ്ങോട്ടും അങ്ങോട്ടും ഇറക്കിയിട്ട് ടാർ ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി വണ്ടികൾക്ക് ഉപകാരപ്രദമായേനെ. ചേച്ചിയൊക്കെ എവിടെ നോക്കിയിട്ട് വരുമെന്ന് ആലോചിക്കണം. നമ്മൾ നാട്ടുകല്ല് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. 4 മൂടിയ സെന്ററിൽ കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അജീഷ അങ്ങോട്ട് റേറ്റ് പോയി നമ്മൾ റേറ്റ് ആണോ പോകാൻ പോണേ? റേറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊടുവായൂരോ? ആ, ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോയാ. അപ്പൊ നമുക്ക് പാലക്കാട്ടേക്കാണ് നമ്മൾ കയറാൻ പോണേ. അജീഷ് ഇവിടെ ബസ്സിലായിരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു റൂട്ടുകളും കാര്യങ്ങളൊക്കെ അവന് ഫുൾ അറിയാം കേട്ടോ. നമ്മുടെ കേരളത്തിലേക്ക് എത്തണമെന്ന് മാത്രം. തമിഴ്നാട് ബസ്സിൽ നമുക്ക് കുറച്ച് നാൾ പണിയായിരുന്നില്ലടാ. തന്നില്ല അല്ലേ? ഇന്റർസ്റ്റേറ്റിൽ പണി കഴിഞ്ഞാലും കുറേ കിട്ടിയാലേ പരിപാടി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും എനിക്കായാലും കുറച്ച് റൂട്ടുകൾ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന റൂട്ടുകൾ എഴുതി വെക്കാണ്ട്, ഏതൊക്കെ വഴിക്ക് എങ്ങനെയൊക്കെയാന്നുള്ളത് മാപ്പ് നോക്കി. ഒറ്റ ടോളിലായിട്ട് പാലക്കാട് എത്തിയ സംഭവം. ഇനി പാലക്കാട് നിന്ന് നമുക്ക് ആകെ കൊടുക്കേണ്ടത് നമ്മുടെ വടക്കഞ്ചേരിയിലെ ടോള് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഏതാ? 3 ആ, പിന്നെ അരൂര്. അരൂര് കൊടുക്കണം, 3 കൊടുക്കണം. നമ്മൾ പോണത് നേരെ ആലപ്പുഴയാണ് കേട്ടോ. അപ്പൊ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ വീണ്ടും 3 ഉണ്ട്. അതിൽ ഒരെണ്ണം 200, അരൂര് 240 സംതിങ് കണ്ടല്ലേ ഉള്ളൂ. മറ്റേ മാത്രമല്ല 515 വെച്ചുള്ളൂ. അപ്പൊ അതായത് സമാധാനം ഉണ്ടെന്നാലും ഒരു 1250 കഴിഞ്ഞില്ലേ. മറ്റേത് അതല്ലല്ലോ, 1250 1300 കൂട്ടിക്കോ. മറ്റേ 10,000-2500 രൂപ. ഇവിടുത്തെ ഒരു 3 കൂട്ടുമ്പോ ഇതൊക്കെ താങ്ങാൻ പറ്റേണ്ടത്. അതെ, ഇതിപ്പോ ലാഭം ഉണ്ടായിട്ടല്ല, എന്നാലും കൂടി എന്താ പറയാ, ഒരു മാനസിക സംതൃപ്തി കൊടുക്കാണ്ട് വന്നപ്പോ അതന്നെ അതിന്റെ ഒരു കാര്യം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. പിന്നെ ആർടിഒയും ചെക്ക് പോസ്റ്റും ഈ സാധനങ്ങളിലൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ ഡിസ്കൗണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് വന്നതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. നമ്മളെപ്പോഴും ആ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണ വഴിയല്ലേ. ഈ വഴി എന്ന് പറഞ്ഞാൽ അറിയാത്ത വഴി. എപ്പോഴെങ്കിലും വരണമെങ്കിൽ ധൈര്യമായിട്ട് വരികയും ചെയ്യാം അല്ലേ അജീഷ? ഇനിയിപ്പോൾ ഈ വഴി തെറ്റില്ലല്ലോ. കറക്റ്റായിട്ട് ഞങ്ങളിപ്പോൾ തെറ്റാണ്ട് തന്നെയാണ് ഇവിടം വരെ വന്നത്. 2-3 സ്ഥലത്ത് ചോദിച്ചിട്ടായാലും കറക്റ്റ് എത്തി. അതെ അതെ. ഇനി ഇത് നേരെ പാലക്കാട് സെന്ററിലേക്കാണോ ചെന്ന് കയറുന്നത്? അപ്പോൾ ഹൈവേയിലേക്ക് ചെന്ന് കയറുമോ? എവിടെ? കൂട്ടുപാത. കൂട്ടുപാതയിൽ ചെന്ന് കയറും. നമ്മൾ വണ്ടി ഒതുക്കി കേട്ടോ. അജീഷേ ടയറിൻ്റെ ഉള്ളിൽ വല്ല കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറ്റേ നമ്മുടെ ഹുക്കിയില്ലേ, ഹുക്കി എടുത്തിട്ട് ഒന്ന് കല്ലുണ്ടെങ്കിൽ കുത്തി കളയുക. അതുപോലെ തന്നെ ടയർ ചൂടാവുണ്ടോ? അമ്മോ മണമുണ്ട്. അതായത് ചൂടല്ലേ, അതേപോലെ ചൂടല്ലേ, അറിയണില്ല. പക്ഷെ ടയറൊക്കെ നല്ല ചൂടാണ്. കാരണം അത്ര എന്താ പറയുക, വെയിലല്ലേ പുറത്ത്, 38 ഡിഗ്രി ചൂടാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കല്ലൊന്നുമില്ല അല്ലേ. അപ്പോൾ ഹുക്കി എടുത്ത് നോക്കി എയറും സംഭവങ്ങളൊക്കെ ഒന്ന് തട്ടി നോക്കി. ഇതിൻ്റെ ഞങ്ങളിവിടെ നിർത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഹോട്ടലുള്ള കാരണം തന്നെ ഒന്ന് ഫുഡ് വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബേക്കറിയാണോ ഹോട്ടലാണോ എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നണം ബേക്കറിയാണെന്നാ. ഫുഡ് ഉണ്ടെന്നുള്ളത് തോന്നണില്ല. രാവിലെ കയറിയ പോലെ തന്നെയാവും. അജീഷ പായോ നോക്കി നോക്കാം. ബേക്കറി ആണെങ്കിൽ നമുക്ക് അടുത്ത ഹോട്ടലുള്ള സ്ഥലത്ത് തപ്പാം. ഹോട്ടലിന് എഴുതിയുണ്ട്. ഫുഡ് എന്തിട്ടുള്ളതെന്ന് നോക്കട്ടെ. മീൽസ് കഴിക്കാനൊരു കൊതി. ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഊണോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഊന്നോടെ ആക്കി രാജേഷ് പറഞ്ഞു ഇനി അവൻ്റെ വീടിൻ്റെ അവിടേക്ക് പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം വീട്ടിൽ പോയിട്ട് ഊണ് കഴിക്കണം. അപ്പോൾ ഞാനും പിന്നെ എനിക്ക് ഊണ് കഴിക്കാനായിട്ട് വേറെ നിർത്തണ്ട. തൽക്കാലം ഇതും ഒരു നാരങ്ങ ജ്യൂസ് സർവത്ത് കുടിച്ച്
ഒരു തൽക്കാലത്തേക്ക് ഉച്ചപരിപാടി ഇതിലങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്ന് ഊണാം. അപ്പോൾ ഊണ് കഴിക്കൽ വീട്ടിൽ നിന്ന് അജീഷിൻ്റെ എന്താ പറയുക, വീട്ടിൽ ബീഫും സാധനങ്ങളും തയ്യാറാക്കി വെച്ചതെന്നാ പറയുന്നത് അല്ലേ? ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയിലൊക്കെ ചെല്ലുമ്പോൾ ബീഫ് കഴിഞ്ഞു പോയാൽ പെട്ടുപോലോടാ. ഒരു കാര്യം ചെയ്തോ, ഒരെണ്ണം പാർസൽ മേടിച്ചു പൊക്കോ. ഇനിയിപ്പോൾ ബീഫ് കൂട്ടി ഊണ് കഴിക്കണം എന്നുണ്ടെങ്കിലേ അത് പറ്റാണ്ട് വരണ്ട. ഞാനെന്തായാലും കഴിക്കണില്ല. ഞാനെന്തായാലും വീട്ടിൽ ചെന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കണുള്ളൂ, കഴിക്കണോ വേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഞാൻ ഈ ഇടസമയത്ത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് വേറെ കഴിക്കാനുള്ള പിന്നെ ടെൻഡൻസി കുറവാണ്. ഇല്ല എനിക്ക്, അതെ എനിക്ക് പക്ഷേ അത് മതിയെന്ന്. അല്ലാണ്ട് ഹെവി ആയിട്ട് ഒരു നേരം കഴിച്ചാൽ മതി. എല്ലാ സമയത്ത് ഇങ്ങനെ അല്ലറ ചില്ലറ വറവ് സാധനങ്ങൾ അല്ലെങ്കിൽ വല്ല ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ ഉഴുന്നുവട പരിപ്പുവട ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കിട്ടി ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ചോറുണ്ടെക്കാളും അല്ലെങ്കിൽ അങ്ങനെ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കും, ബിരിയാണി കഴിച്ചു അല്ലെങ്കിൽ ചോറ് കഴിച്ചു എന്നൊക്കെ പറയില്ലേ, പൊറോട്ട ചപ്പാത്തി ഇതൊക്കെ കഴിക്കണേക്കാളും ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഓരോന്ന് ചെറിയ സാധനങ്ങൾ കഴിക്കില്ല. പക്ഷെ അതെപ്പോഴും നടക്കില്ലല്ലോ. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ ചപ്പാത്തി മറ്റേ ഇവിടെ പോലീസ് ചെക്കിങ്ങിന് നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കാരണമാണ് ചോറിനിട്ട് പോകാന്നുള്ളൊരു പെട്ടെന്നുള്ള തീരുമാനം എടുത്തതിൻ്റെ കാര്യം. പക്ഷെ നോക്കിയപ്പോൾ കടയിൽ ചോറുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ച് അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും ചെക്കിങ്ങിന് നിൽക്കുന്ന ആൾക്കാരൊക്കെ പോയി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അവരും ചോറിനാൻ പോയിണ്ടാവും. കാരണം വണ്ടികൾ കുറേ നേരമായിട്ട് ലോഡ് വണ്ടികളൊന്നും ഈ വഴിക്ക് ആ വീട്ടിൽ കൈ വയ്ക്കുക കാണിക്കണേ ഒരുത്തർ വണ്ടിയിൽ പോയാ ആ വിഷ് ചെയ്താവോ? അതേ പോലീസ് ചെക്കിങ് ഉണ്ടെന്ന് കാണിച്ചതാവോ? വലിയ വണ്ടികളൊക്കെ പോയി. അല്ല ഇനിയിപ്പോഴേ അതന്നെ അത്ര വലിയ പുറത്തേക്ക് പ്രൊജക്ഷൻ ആയിട്ടുള്ള ലോഡ് പോയിട്ടുണ്ട്. പിന്നെ അതന്നെ ടിപ്പർകാരൊക്കെ പോയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടല്ലോ, കുഴപ്പമുണ്ടാവില്ല. അത് ചെക്കിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നിർത്തുന്ന വണ്ടിയൊക്കെ. ഒരു കൃഷറിയിൽ നിന്ന് സംഭവങ്ങൾ അടിച്ചു കൂട്ടിയിരുന്ന ഒരു സ്ഥലം തോന്നുന്നുണ്ട് ഈ ആട്. കാരണം വേറൊന്നുമല്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതിന് പൈസ പോകും. അപ്പോൾ മാക്സിമം നമ്മൾ അവരെ മുന്നിൽ ചെന്ന് പെട്ടാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോണ പൈസയെങ്കിലും ലാഭം കിട്ടില്ല. അല്ലാണ്ട് ഇപ്പോൾ കള്ളത്തരം ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ലാഭം നമ്മൾ എങ്ങനെയൊക്കെ ലാഭിക്കാൻ പറ്റുമോ? കുറച്ച് നേരം ഒരു അരമണിക്കൂർ നിർത്തിയിട്ട് കഴിഞ്ഞാൽ 250 ഒന്നും ഇല്ലാന്നുണ്ടല്ലേ വെട്ടിയാ മിനിമം 250 കിട്ടുവേ. അപ്പോൾ അത് കളയാൻ നിൽക്കണ്ട. അങ്ങനെ തോന്നുന്ന സമയത്ത് ചെക്കിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അജീഷ അപ്പം തന്നെ ചായ കുടിക്കുക. മനസ്സിലായോ? ചായക്ക് 50 രൂപ പോകുള്ളൂ ഏറ്റവും കൂടിയ, അല്ലെങ്കിൽ 250 പോകും. അപ്പം ഏതാ ലാഭം? ചായ കുടിക്കാനും പറ്റും, പെറ്റി കിട്ടുമില്ല. ആ ഐഡിയ ഒന്ന് മനസ്സിൽ വെച്ചോട്ടോ. കുറെ ഐഡിയ പറഞ്ഞു തന്നിട്ട് കാശിനെടുത്ത് എൻ്റെ ഒരു കേട്ടാ ശമ്പളം ഉണ്ടാവില്ല. ഐഡിയകൾ മാത്രമേ ഐഡിയക്ക് ഒന്നിന് 10 ആണെങ്കിൽ എത്ര ഐഡിയ കിട്ടിയപ്പോ. അതിന് നീ ഒരു കാര്യം ചെയ്താൽ മതി, എനിക്കും ഇങ്ങനെ ഐഡിയകൾ പറഞ്ഞു തന്നാൽ മതി. 2 പേരുടെ ഐഡിയയും കൂടി ആകുമ്പോൾ നീ എനിക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ കൂടി ഈക്വലായിട്ട് പോകും. മനസ്സിലായാ? അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഞാൻ തന്നെ ഐഡിയ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പൈസ എൻ്റെ ഒരു ഇതിന് ഭാരത് വെച്ച് പറയണ കിടക്കണ്ടല്ലോ ആ വീട്ടില്. വീട്ടുകാരുടെ തോന്നുന്നുണ്ട്. ഒരു 3 എണ്ണം ഇനി ഇടാനുള്ള സ്ഥലം ഉണ്ട് അവർക്ക് അവിടെ വീട്ടില്. വലിയ ഭാരത് വെച്ച ടിപ്പറുകള്. ആരായിരുന്നു ചെക്കിങ് എന്നുള്ളത് അറിയില്ല കേട്ടോ. പോലീസാണോ RTA ആണോ അത് മറ്റേ ഇവരാണോ എന്താ പറയാ ഹൈവേ ആണോ? ഹൈവേ ഒന്നും ഇങ്ങോട്ട് കയറി വരില്ല അല്ലേ? ചെക്കിങ് മാറി. വണ്ടികൾ വള്ളി പൊട്ടി പോലെ നേരത്തെ അങ്ങോട്ട് കുറേ എണ്ണം വന്നായിരുന്നു. അതിൻ്റെ അർത്ഥം ചെക്കിങ് കഴിഞ്ഞിട്ട് അവർ പോയതുകൊണ്ട് എടുത്തു പോകുന്ന വണ്ടികളാണ്. അതൊന്നും പേടിക്കണ്ട, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇനി അജീഷിന്റെ വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാ? 35 കിലോമീറ്റർ. തൃശ്ശൂരിന് വടക്കഞ്ചേരി വരുന്ന കിലോമീറ്റർ ഉള്ളു ആകെ. ഹാപ്പിയായി. അവന്റെ മുഖത്തൊരു സന്തോഷം പൂ വിരിയണ നോക്കി അല്ലേ? സന്തോഷല്ലേടാ? ഒരാഴ്ച കൂടിയിട്ടല്ലേ ഇപ്പൊ വരുന്നത്? കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയില്ലല്ലോ? കഴിഞ്ഞ ആഴ്ച പോയിട്ടില്ല കേട്ടാ. അതന്നെ കഴിഞ്ഞ ആഴ്ച നേരെ ഇവിടുന്ന് പെയിന്റ് കയറ്റി പിന്നെ കാലടി പോയി നെല്ല് കയറ്റി വന്ന് നെല്ല് ഇറക്കി കിട്ടിയില്ല. അത് കാരണം അവൻ അവിടെ അതെ പാലക്കാട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റിന് വീട്ടിലിറങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ അജീഷ്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ നെല്ല് കാലടിക്കായി പോയി. വീണ്ടും കാലടിന്ന് വീണ്ടും ലോഡായിട്ട് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോയി. അപ്പൊ അത് കാരണം അതിന്റെ ഇടയ്ക്ക് ചെറിയ മിസ്സിങ് പറ്റി അവന്. അവൻ എന്തായാലും ഇന്നിപ്പോ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല. ഞാനാണെങ്കിൽ അന്ന് പോകുന്നത് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാനും പെട്ടുപോയേനെ അവിടെ. മുത്തു കൂടെ പോകുന്നതുകൊണ്ടാട്ടോ എനിക്ക് പോരാൻ തോന്നിയത്.
അവൻ അല്ലെങ്കിൽ എൻ്റെ ഈസ്റ്റർ ആലപ്പുഴയിൽ പോയേനെ. കാരണം വേറെ ഒന്നല്ല, ബുക്കുള്ളത് കൊണ്ട് തന്നെ അവനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവര് പോരാനാണെങ്കിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഏരിയ കയറി വരുന്നേരെ. FIC ഭാരത് ബെൻസ് കൂൾ സ്റ്റിക്കർ ഉണ്ടല്ലോ. പക്ഷെ കൂൾ സ്റ്റിക്കർ നമുക്കിതേ ഒട്ടിച്ച് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് വിഷ്വലിന്റെ ക്ലാരിറ്റി വീണ്ടും കുറയും. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ല ഫൈൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അടിക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ലേ, വെറുതെ ആവശ്യമില്ലാണ്ട് പൈസ കളയേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ നോക്കണതേ. സംഭവം അടിച്ചു കഴിഞ്ഞാൽ കൂളിങ്ങും കൂടുതൽ നിൽക്കും. അതുപോലെ തന്നെ നല്ലതാണ്, മൊത്തത്തിൽ നല്ലതാണ്. വണ്ടി കാണുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ടാവും. നോക്കട്ടെ അജീഷേ, അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. തടസ്സമൊന്നുമില്ല. ഡാർക്ക് ഒട്ടിക്കാണ്ടിരുന്നാൽ മതി. ലൈറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കൂളിംഗ് പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള സാധനം ഒട്ടിക്കുകയാണെങ്കിലേ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ സാധനം തട്ടിവിടാം നമുക്ക്. നോക്കട്ടെ, ചോദിച്ചിട്ട് ഒട്ടിക്കാം. അല്ലെങ്കിൽ ഒട്ടിച്ചിട്ട് വലിച്ചു കീറി കളയാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. തണൽ എവിടെയുണ്ടോ അവിടെയൊക്കെ വഴിയോര കച്ചവടങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് മുതൽ ചെറിയ ചെറിയ ഇതേപോലത്തെ കച്ചവട സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കണ്ടായിരുന്നു ഞങ്ങൾ. വെള്ളം കടകൾ ഇപ്പോൾ അതിന് ഭയങ്കര ചൂടായില്ലേ, ചായ കുടിക്കാണ്ടായി ആൾക്കാർ. അങ്ങനെ നമ്മൾ കൂട്ടുപാതയിലെത്തി. കൂട്ടുപാതയിൽ നിന്ന് നേരെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ താഴത്തേക്കടെ നേരെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയാൽ പാലക്കാട് റൂട്ടിലേക്കും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരിൻ്റെ അവിടെ ബോർഡ് ഇരിക്കണം. അപ്പോൾ നമ്മൾ നേരെ പാലക്കാട്ടേക്ക് പിടിക്കുകയാണ്. പാലക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോയല്ലേ ഉള്ളൂ. സെൻട്രിൽ കൂടെ കയറേണ്ട ആവശ്യമില്ലല്ലോ. ടൗൺ ടച്ച് ചെയ്യേ വേണ്ടല്ലോ നമുക്ക് വരുമ്പോൾ. ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള റോഡുകൾ വന്ന കാരണം ഒറ്റ ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടാത്ത ഒരു ഇതായിട്ടോ. വലിയ ഉള്ളി 5 കിലോ 100 രൂപ. കപ്പലണ്ടി ഉണ്ടായിരുന്നൂടാ. എന്ത് കപ്പലണ്ടിയാന്ന് വെച്ചാൽ തൊണ്ടിന്റെ അല്ലല്ല, മറ്റേ ഇത് കപ്പലണ്ടി തൊണ്ടടക്കുള്ളത് കടല. അത് പച്ച. ആ ചേട്ടൻ വീട്ടിലുണ്ടാക്കിയതാന്നുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാ. അത് ലേശം ഗ്യാപ്പ് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ നിർത്താൻ പറഞ്ഞു. ഇത് പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ നിർത്താൻ പോട്ടെ. വേണ്ട, ഇനി വേറെ സ്ഥലത്തും ഉണ്ടാവും വേറെ. പക്ഷെ ഇതിപ്പോൾ വീടിൻ്റെ അവിടേക്ക് ഇങ്ങനെ നമ്മൾ എത്തുന്നൊന്നും വിചാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ അജീഷ് വീട്ടിലിറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ പുതിയ തീരുമാനം എടുത്തു. അതെ, അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം പുതിയതായിട്ട് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരെ അജീഷ് ഇവിടെ വീട്ടിൽ ഇറങ്ങുകയാണ്. അജീഷ് വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി കൊണ്ട് പോവാണ്. എന്നിട്ട് ഞാൻ നടത്തറ കൊണ്ടുവന്നിട്ട് വണ്ടി ഇടും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ അജീഷ് ഇവിടുന്ന് ഇവൻ്റെ വീടിൻ്റെ അവിടുന്ന് ബസ് കയറിയിട്ട് മണ്ണുത്തിക്ക് വരും. മണ്ണുത്തിക്ക് വന്ന് ആ സമയത്ത് ഞാൻ മണ്ണുത്തിക്ക് വരേണ്ട ആവശ്യമുള്ളൂ. നാളെ രാവിലെ പോവുകയാണെങ്കിൽ, രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു 5 മണിക്കോ 4 മണിക്കൊക്കെ പോവുകയാണെങ്കിൽ അതെ 2-3 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ ഏറ്റവും കൂടിയ. അപ്പോൾ അതിനായിട്ട് നമ്മൾ രാത്രി പോയി അവിടെ കിടന്ന് വണ്ടിയിൽ കിടന്ന് ഉറങ്ങാൻ നിൽക്കണ്ടല്ലോ. അത് തന്നെയല്ല അജീഷ് പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ദിവസം റെസ്റ്റ് ആക്കാം, ഞാനും ഒന്ന് വീട്ടിൽ പോവാം. ഞാനും വന്നിട്ട് കുറേ ദിവസമായിട്ടല്ല, എനിക്കൊരാഗ്രഹം കൈ മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിററിൽ നോക്കിയിട്ടാണ് അവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാനിവിടെ മിറർ ഒരു മരം നോക്കി പെട്ടു. ഈശോ, എന്തൊരു കഷ്ടം നോക്കി. റോങ് സൈഡിൽ കൂടെ ഒക്കെ കയറി ഇതേപോലെ വന്നിട്ടേ, അത് ആ സൈഡിൽ കൂടെ പോവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അജീഷ് അങ്ങനെ കയറി വരും. ഞാനപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് എത്താന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു രാവിലെ രണ്ടാമത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിക്കാണ് നിൽക്കുന്നത്. ആലപ്പുഴ ചേർത്തലയ്ക്കാണ് പോകാൻ പോണത്. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോകാതായിരിക്കും നല്ലത്. പിന്നെ അത് തന്നെയല്ല, ഈ സമയത്ത് ഓടുമ്പോൾ എന്ന് പറഞ്ഞാൽ ടയറൊക്കെ നല്ല ചൂടായിരുന്നു. ഞങ്ങൾ തട്ടി നോക്കിയപ്പോഴേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടയർ പഞ്ചറാവാനുള്ളതും കടിക്കാൻ ഈ ട്യൂബും ഫ്ലാപ്പൊക്കെ കടിച്ച് പഞ്ചറാവാനുള്ള ചാൻസൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇത് ചന്ദ്രനഗർ അല്ലേ, ചന്ദ്രനഗർ പാലക്കാട്. അത് തന്നെ ചൂട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അറിയുന്നില്ല, പക്ഷെ പുറത്ത് നല്ല ചൂടപ്പം. ഇത്ര 39 ഡിഗ്രിയാ. 12-10. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പാലക്കാട് സിറ്റി കേട്ടോ. പാലക്കാട്, കോഴിക്കോട്, പിന്നെ എവിടേക്കൊക്കെ പോകാൻ മലപ്പുറം, മഞ്ചേരി, അങ്ങനെ ഷൊർണൂർ, ഒറ്റപ്പാലം, എല്ലാ സൈഡിലേക്കുള്ളത് അങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇനി തൃശ്ശൂർ കൂടാണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർ, എറണാകുളം, മറ്റെന്താ പറയുക, ആലപ്പുഴ, തിരുവനന്തപുരം റൂട്ടാണെങ്കിൽ നേരെ ഇതും, മറ്റേതാണെങ്കിൽ ആ വഴിക്ക് അങ്ങനെ കട്ട് ചെയ്ത് പോവാം. തൃശ്ശൂർക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് നേരെ നോക്കി ആലപ്പുഴ റൂട്ടിലേക്ക് പിടിക്കുകയാണ്. അജീഷ, നീ വിളിച്ച് പറഞ്ഞിട്ടില്ലേ ഇതേവരെ വീട്ടിലേക്ക്? അവർക്ക് സർപ്രൈസ് കൊടുക്കാനാ?
സർപ്രൈസിന് കറി ഉണ്ടാവില്ല. അജീഷ് ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന സർപ്രൈസ് കൊടുക്കാം, പക്ഷെ കറി ഉണ്ടാവില്ല. നീ ഒരു ബീഫ് മേടിച്ച് പൊക്കോട അജീഷ്, കാര്യം കഴിഞ്ഞില്ല. അപ്പൊ അവർക്ക് സർപ്രൈസ് ആയിരിക്കും, മനസ്സിലായോ? എന്തായാലും ചോറില്ലാണ്ട് വരുമോ? ആ, ചോറുണ്ടാവും. മതി, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ശരിയായില്ലെങ്കിൽ തന്നെ വൈകുന്നേരത്തേക്ക് നീ ഇറച്ചി ഇവിടുന്ന് പോകുമ്പോ ഇറച്ചി മേടിച്ച് കൊണ്ടുപോയാൽ മതി. അപ്പം കുഴപ്പമില്ല. അവനെ പണിക്ക് അവര് മാത്രമല്ല ഉള്ളത് ഉള്ളത് കൂട്ടിട്ട് ഊണ് കഴിക്കേണ്ടി വരും. എന്നാലും എന്തൊക്കെയായാലും സംഭവം ശരിയാ. പക്ഷേ എന്തൊക്കെയായാലും ലൈൻ ട്രാഫിക് കിട്ടാ. നമ്മുടെ വർത്താനം പറഞ്ഞിട്ട് പെട്ടെന്ന് ആ റൂട്ടിൽ പോകണ്ട. ഓവർടേക്കും ചെയ്യുമ്പോ ഒക്കെ ശ്രദ്ധിച്ച് ക്യാമറ ഉണ്ടോന്ന് നോക്കിയിട്ട് മതി. 1000 പോയി കിടക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ആ പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇതേ കിടക്കണു ക്യാമറ, കണ്ട? ആ ക്യാമറയിൽ തന്നെയാണ് ലൈൻ ട്രാഫിക്കിന്റെ വരിക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയാണ് ഇതേ വണ്ടിക്ക് ഇപ്പൊ കിട്ടും, ആ വണ്ടിക്ക് കിട്ടും. ഓവർടേക്ക് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ആ, എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ലല്ലോ. പൈസ അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കുക. ഈ റൂട്ടിലോ 80-90 കണ്ടിട്ടുണ്ട്. 90 പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഓടിക്കാൻ അറിയില്ല. അവർക്ക് മെല്ലെ പോയാൽ മതി. അവർക്ക് മൈലേജ് കിട്ടണം. അപ്പൊ നമുക്ക് വെട്ടിക്കാൻ പറ്റില്ല. മാറണം. അപ്പൊ എന്താ സംഭവം പറഞ്ഞാൽ അവന്റെ പിന്നിലെ പോകാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവപ്പോ കണ്ടില്ല, എത്ര 40 മൈൽ സ്പീഡിലാവും പോണേ. അവന്റെ പിന്നിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഫ്ലൈ ഓവർ ഇല്ലേ, ഇതിന്റെ മുകളിൽ പ്രശ്നമില്ല കേട്ടോ. ഇതിന്റെ മുകളിൽ ക്യാമറ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇതിന്റെ മുകളിലാണ് ആകെ വെട്ടിക്കാൻ പറ്റുക. ആ സമയത്ത് നമ്മുടെ വണ്ടി ഇട്ട് വലിക്കുമില്ല. ഒരു കേരളത്തിന്റെ ഓട്ടോയ്ക്ക് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും. ഈ വക സ്ഥലങ്ങളൊക്കെ ഫ്ലൈ ഓവറിന്റെ അടിയിൽ പോയപ്പോഴേ നല്ല നല്ല കടകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒക്കെ എന്താ പറയുക, കാഴ്ച മങ്ങിപ്പോയി, അല്ലെങ്കിൽ കച്ചവടം ഇല്ലാണ്ടായിപ്പോയി. അതാണ് അവസ്ഥ. ഫ്ലൈ ഓവർ വന്നതോടുകൂടി അങ്ങനെ കുറേ സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് സിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ലാണ്ടേ അങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ട്. അവിടെ ഒരു കാറ് നിൽക്കണം നോക്കി, അത് ബെൻസ് കാറാണ്. ഏത് കാറാണ് ഇങ്ങനെ നിർത്തിയേക്കണ? ബെൻസ് കാറാണല്ലോ. ഓ, ഇതേ ഗൈസ് നോക്കിയേ, ബെൻസ് കാറും അടിപൊളി. ബെൻസിന്റെ ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അയച്ചെടുത്തുണ്ടാവും. ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഹാർട്ട്, കിഡ്നി, ലിവറൊക്കെ ബെൻസിന്റെ ഊരിയിടുന്നുണ്ടാവും. പാലക്കാട് നമ്മൾ കഴിഞ്ഞ് പാലക്കാട് നിന്ന് ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വടക്കഞ്ചേരി എത്തി. വടക്കഞ്ചേരി എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അജീഷിന്റെ ബൈക്ക് അവിടെ ഇരിക്കണില്ലേ? 10-15 ദിവസമായി അജീഷിന്റെ ബൈക്ക് വെച്ചിട്ട് പോന്നേക്കണം. ഇനി ഇപ്പൊ സ്റ്റാർട്ട് ആവും എന്നുള്ളത് അറിയില്ല. ഞാൻ സ്റ്റാർട്ടായിട്ട് പോയാൽ മതിയോ? കുഴപ്പമില്ല അല്ലേ? ആ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അജീഷ് എന്തായാലും ഇങ്ങോട്ട് തിരിച്ചെത്താൻ അല്ലേ? വണ്ടി എടുക്കാൻ എത്താനായിട്ട് പാടാന്ന്. അതും ശരിയാ. അപ്പൊ കുഴപ്പമില്ല, സ്റ്റാർട്ടാവും. ബൈക്കല്ലേ, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. കൊബാൽക്കോയുടെ ഹിറ്റാച്ചി എന്നല്ല പറയാ, ബേക്കോ എന്നാണ് പറയാ. അതിനങ്ങനെ എന്തോ പറയാ. നമ്മളിപ്പോ ഈ ഹിറ്റാച്ചി ടാറ്റേനെ പറഞ്ഞ് അങ്ങനെ ആയിപ്പോയി. ഇത് പാലക്കാട് മറ്റേ ഇതല്ലേടാ മെഡിക്കൽ കോളേജ്? ഇതേ ഒരു ഓപ്പൺ ആയിട്ടില്ല അല്ലേ പാലക്കാട് മെഡിക്കൽ കോളേജ്? സംഭവം കിട്ടു സാധനാ കുറെ. അതെ അല്ലേ? ആ, പക്ഷെ ഇതേ ഒരു ഓപ്പൺ ആയിട്ടില്ല. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പിന്നെ നമ്മുടെ നമ്മുടെ അല്ലേ? ശരിയാ. നിങ്ങളൊക്കെ അവിടേക്കല്ലേ വരാറ്? ഞങ്ങളുടെ അപ്പൊ ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇങ്ങോട്ടേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാലക്കാട്ടുകാരുടെ തിരക്ക് മിഷീനിലും കുറയും. അപ്പൊ പൊതുവെ മിഷീനിലൊക്കെ പാലക്കാട്ടുകാരുടെ ഭയങ്കര തിരക്കാ. കാറുകാർ ഇങ്ങനെ പോകുമ്പോ ഈ സൈഡിലേക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിച്ചിട്ട് പോകേണ്ട അവസ്ഥയായി. ഇപ്പൊ ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓവർടേക്ക് ചെയ്യാൻ പറ്റാണ്ടേ. സിംഗിൾ മതിയായിരുന്നു. ഇപ്പൊ അതാ തോന്നണത് അല്ലേ? ഇവിടുന്ന് മുതൽ തുടങ്ങി ടോള് മേടിക്കണ്ടെങ്കിലും ബ്ലോക്ക്, ഒരേ സൈഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം, മറ്റേ സൈഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. പ്രശ്നമല്ലേ? വാളയാറിന്റെ വരില്ലല്ലോ? ആണോ? അപ്പൊ കുഴപ്പമില്ല. കട്നാടി എത്തിട്ടോ. അതെന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു കണ്ടു. ലുലു ഹൈപ്പർ മാർക്കറ്റ് അകലേന്ന് കണ്ടപ്പോൾ തന്നെ
കണ്ണാടി എത്തി എന്നുള്ളത് മനസ്സിലായി. വണ്ടിക്ക് പാർക്ക് ചെയ്യുന്നത് പുറത്താണോ? അത് അല്ലാണ്ട് ഇതിന്റെ അടിയിലല്ല? ആ, അടിയിലുണ്ട്, അതുപോലെ തന്നെ പുറത്തുണ്ടല്ലോ. വണ്ടി പാർക്കിങ് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അതിനുള്ള ആൾക്കാരെത്തിയാൽ മതി. നിങ്ങളെല്ലാവരും ഇടയ്ക്കൊന്ന് പോട്ടോ, ലുലു ഒക്കെ ഒന്ന് കാണട്ടോ. അജീഷേ, ഇടയ്ക്കേ ഒരു ദിവസം ലീവ് എടുത്തിട്ടായാലും ലുലു ഒക്കെ ഒന്ന് കാണാൻ കറങ്ങിക്കോ, ഒന്നും നോക്കണ്ട. ആ മതി, വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കറങ്ങി അടിച്ച് നടക്കുക, അത്ര തന്നെ. ഇവിടുത്തെ പോലീസുകാരൻ ചാർജ് ചെയ്യില്ല കേട്ടോ എന്തുണ്ടായാലും. കേട്ടോ, പ്ലാസ്റ്റിക്കാണ് ഇവിടുത്തെ പോലീസുകാരൻ. ദേ 2 പേരുണ്ട്, ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ ദേ ഇവിടെ ഉണ്ട്. കണ്ട, 2 പോലീസുകാരുണ്ട്, 2ഉം സ്റ്റാച്യൂസാണ്. സ്റ്റോപ്പ് ലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണതാ. ജീപ്പ് കിടി കൊണ്ട് ഇട്ട് നിർത്തല്ലേ, ജീപ്പും പ്ലാസ്റ്റിക്. നന്നായി. സിഗനില് ഇല്ലാണ്ട് ഫ്ലൈ ഓവർ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇവിടെ മാത്രം. ആ അത് തന്നെ, ഇതൊക്കെ ലുലു വന്നോട് കൂടിയിട്ട് തിരക്കായുള്ള സ്ഥലമായി. വരും. ഇനി എന്തായാലും പണികളൊക്കെ ചെയ്യാണ്ടിരിക്കൊന്നുമില്ല. ഒറ്റയടിക്ക് എല്ലായിടത്തും പാലം പണിതാലത്തെ ഇതെന്താണെന്നറിയോ, നിനക്ക് പ്രശ്നം എന്താണെന്നറിയോ? അപ്പം നമ്മളുടെ ടോളുണ്ടല്ലോ, ടോളിനൊരു പൈസ മേടിക്കണ്ടാവും. അത് ടോളിനൊരു പൈസ മേടിക്കണ്ടാവും. ഇനിയിപ്പോൾ അവർ അടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാലം പണിതു, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും 1 വർഷം കൂടി നീട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി കൊണ്ടുപോകാനുള്ള അവരുടെ ട്രിക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ സാധാരണക്കാരൻ എന്ത് ചെയ്യും? രക്ഷയൊന്നുമില്ല, പാലം പണി നടക്കണ്ട, ശരിയാ, വീണ്ടും അവർ പണിതു എന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുക്കേണ്ടി വരും. അതെ, അതും ശരിയല്ലേ. കാശുള്ളവരാണ് വണ്ടി മേടിക്കുന്നത്, അപ്പോൾ ടോള് കൊടുത്ത് മെല്ലെ പോയാൽ മതി. അത് തന്നെയാണ് അവരുടെയും അഭിപ്രായം. താറ് പോണ കാണുമ്പോൾ കൊതിയാവുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും കിട്ടും കേട്ടോ. എന്ത് കേരിയറാ? അതൊക്കെ അഡീഷണൽ നമ്മൾ വെക്കണതാ. തൃശ്ശൂർ 59 കിലോമീറ്റർ, കൊച്ചി 127 കിലോമീറ്റർ. അതേപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ഈ മറ്റേ ഇതിൻ്റെ മുകളിൽ ഹൈവേയുടെ മുകളിൽ ഇങ്ങനെ വാക്കിംഗ് പാസേജ് ഉണ്ടല്ലോ, നടക്കാനുള്ള നടവഴി എന്ന് പറഞ്ഞിട്ട് ഇല്ല കേട്ടോ, ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പല സ്ഥലത്തും ഈ സംഭവം കണ്ടിട്ടുണ്ട്. തേനിടുക്കിൽ വരെയുണ്ട് അല്ലേ? തേനിടുക്കിലെ കല്ലിടുക്കില്ല, എവിടെയാ? ഈ നടക്കണ ഈ സ്റ്റെപ്പ് അങ്ങനെയുണ്ട്. അതേപോലെ ഏറ്റവും അധികം ക്യാമറകൾ ഉള്ളതും ഈ പാലക്കാട് റൂട്ടിലാണ്, വടക്കഞ്ചേരി പാലക്കാട് റൂട്ടിലാണ്. ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോടാ, അറിയോ? ഇതൊക്കെ പിന്നെ ഇതിന്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അളവ് തൂക്കത്തിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് മേടിച്ചു വെക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓരോ കൊല്ലം കൂടുമ്പോൾ ഇവർ അത് സീൽ ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവയ്ക്കാനുള്ള ചാൻസ് കുറവാണ്. ഇതിൽ നിന്ന് അഴിച്ചെടുത്ത് കൊണ്ടുപോയി സീൽ ചെയ്തു, എന്നിട്ട് രണ്ടാമത് തിരിച്ചത് കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവം എന്താ പറയുക, അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടാവും നിൽക്കണ്ടാവുക. കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളത് 100% ഉറപ്പാട്ടോ. അതെന്നോട് അറിയാവുന്ന വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവര് അതെന്താണെന്നറിയോ, നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് കേസ് നടത്താനായിട്ട് 1000-10,000 വേണ്ടു. പല ഓഫീസുകൾ ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ പല ബിസിനസ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് വക്കീലുമാരുണ്ടായിരിക്കും സ്ഥിരമായിട്ട്. ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവൻ്റെ ബാക്കിൽ പോകേണ്ടി വരും. ഞങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, പക്ഷെ ഓവർടേക്ക് ചെയ്യാനില്ല. ജീഷുകാരൻ ഓവർടേക്ക് ചെയ്യണതിൻ്റെ ഇവിടെ 1000-ന്റെ ബോർഡ് ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ ക്യാമറ ഉണ്ടാവും. അപ്പോൾ പിന്നെ വെറുതെ പുലിവാലി പിടിക്കണ്ട. അതന്നെ പറഞ്ഞു, ഇവൻ ആദ്യം കൊടുക്കണം 20 മൈൽ സ്പീഡിൽ പോണതിന്. ഭയങ്കര കഷ്ടമാണ് കാര്യം. ഒരു ഓവർടേക്ക് ചെയ്യാൻ പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ. ആ സമയത്ത് അതും കിട്ടില്ല. ഇപ്പൊ 2.8 ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് മര്യാദയ്ക്ക് ഒരു ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് എടുക്കാൻ പറ്റുക. അത് തന്നെ, രക്ഷയില്ല. അവന്റെ മാക്സിമം സ്പീഡാണ് അത്. അല്ല, അവരെ ഓടിക്കാൻ പഠിക്കാനുണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നായിട്ടല്ല. കാറിന് സ്പീഡ് ഉണ്ടാവും 100ഒക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യമില്ല. ഈ പാലത്തിന്റെ പേര് ചെതലി പാലം എന്നാണ്. എന്തായാലും അങ്ങനെ പേര് വരാൻ കാരണം എന്ന് അജീഷിന് അറിയോ?
പണ്ട് കാലത്ത് ഇത് ചെതലെടുത്ത് നശിച്ചു പോയിരുന്നൊരു പാലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതേടാ സീരിയസ് ആയിട്ട് നീ നിന്റെ വീടിന്റെ അടുത്തുള്ള കാര്യങ്ങൾ അറിയണ്ട, മറ്റുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നേ മതി. അങ്ങനെ ചെതലെടുത്ത് നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇത് ചെതലിപ്പാലാണുള്ള ചെതലെടുത്തിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് ചെതലിപ്പാലം എന്നുള്ളൊരു ഇത് വന്നത്. നീ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നമ്പറുകൾ വേണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെയാണ് ഇത് ചെതലിപ്പാലം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അറിയില്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. തെറ്റാണെങ്കിൽ എൻ്റെ തല തല്ലി പിടിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ നമ്മൾ വടക്കഞ്ചേരിയിലെത്തിയിട്ടോ. ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിയില്ല, നമ്മൾ നേരെ ഫ്ലൈ ഓവറിൻ്റെ താഴത്തേക്കടെ വന്നു. കാരണം അജീഷിൻ്റെ ബൈക്ക് ഇരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ താഴത്താണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ താഴത്തേക്ക് വന്നു. ഇനി മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ കറക്റ്റ് നമ്മൾ വണ്ടി ഒതുക്കാൻ ഉദ്ദേശിച്ച സമയമില്ല, നല്ല സമയമാണ്. കാരണം എനിക്കാണെങ്കിലും ഉറക്കം വന്നിട്ട് പോയി. അജീഷ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങനെ കിടന്നുറങ്ങില്ലേ. കാരണം കണ്ണൊക്കെ കുളിച്ചു തുടങ്ങി. ഇന്നലെ ഞങ്ങൾ ഒരു തുണ്ടുറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അജീഷിനെ ഇനിയിപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് നടത്തറയിലൊന്നും കൊണ്ടുവന്ന് എത്തിക്കണം. എന്നിട്ട് വേണം എനിക്കും പോയി കിടന്നത് നല്ല ഉറക്കം ഇറങ്ങാൻ. ഇപ്പം പോയിട്ട് കിടന്ന് നാളെ രാവിലെ 4 മണിക്കാണുള്ളൂ എഴുന്നേക്കുള്ളൂ പുലർച്ച. അത്ര സമയം കൊണ്ട് കിടന്നുറങ്ങും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എവിടെയാണ് കണ്ടല്ലേടാ നിന്റെ ഇതിരിക്കണത്? ഇവിടെ എവിടെയാണ് വെച്ചിട്ട് പോയിട്ടുള്ളത്. അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പോയാൽ മതി. ഞാൻ ഉണ്ടാവുമോ? ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പം. 2 ആഴ്ചയായി എന്ന് പറഞ്ഞാലാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തായാലും അജീഷോട് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറിയിരുന്ന് ഓടിക്കാം അല്ലേ. എവിടേക്കാം? എവിടേക്കാ വെച്ചാൽ നിർത്തിക്കാം. വടക്കഞ്ചേരി അജീഷിന്റെ സ്ഥലത്ത്. അജീഷ് വടക്കഞ്ചേരി എത്ര വരെ സന്തോഷം ഉണ്ടായിരുന്നു. എത്തിയപ്പോൾ ഒരു സന്തോഷം ഇല്ലല്ലോടാ. ചിരി പോയാ വണ്ടി കയറിയുണ്ട് ബാങ്കിൽ. ഒരു ഓട്ടോ ഉണ്ട്. കുഴപ്പമില്ല, എടുത്തെടുത്തോ. അത് അങ്ങോട്ട് തിരിയുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തും. ഇവരുടെ തങ്കം തിയേറ്റർ, ഇവരുടെ സ്വന്തം തങ്കം അല്ലേ. തങ്കം തിയേറ്ററിൽ സിനിമ കാണാറില്ല ഇപ്പൊ? ഏത് ഈ ഉറങ്ങടാ, ഇന്ന് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അജീഷിനെ ഇറക്കി വിട്ട് നേരെ ഇനി മണ്ണുത്തിക്ക് പോവാണ് കേട്ടോ. ഇനി അവിടെ വരെ നിർത്തിയാൽ മതി. ഉറക്കം വന്നു തുടങ്ങി, നന്നായിട്ട് ഉറക്കം വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഉറക്കം അങ്ങനെ ശക്തിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് കിടന്നുറങ്ങും കേട്ടോ. അല്ലാണ്ട് പിന്നെ ഉറക്കം വന്നിട്ട് ഞാൻ ഓടിക്കില്ല. അപ്പോൾ എന്തായാലും അവിടെ വരെ എത്താൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കണ്ണ് പുളിക്കുന്നത് നന്നായിട്ട്, അതാ തീരെ ഉറങ്ങാത്തോണ്ടേ. അപ്പോൾ നേരെ വിടാം നമുക്ക്. ഇനി ഒരു ടോളും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ മണ്ണുത്തിക്ക്. ആകെ 6 ആയാലും പെട്ടെന്ന് എത്താം, കുഴപ്പമില്ല. ടോൾ ഗേറ്റ് എത്തി കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് ഈ കാറ് കിടക്കണ്ടല്ലോ, പോകണില്ലല്ലോ. ബെസ്റ്റായി. ബാക്ക് എടുക്കാൻ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ ചേച്ചി. നിങ്ങൾ വിവരം പറയുകയാണ്, ഇതുകൊണ്ടൊന്നും ബാക്ക് എടുക്കാൻ പറ്റില്ല. കഷ്ടമായി നോക്ക്. അപ്പുറത്തൊക്കെ വണ്ടികൾ പോകുന്നുണ്ട്, ഇവിടെയും പോകുന്നുണ്ട്. കണ്ടു അജീഷ് പറഞ്ഞ പോലെ അജീഷിൻ്റെ ജില്ല എത്തിയപ്പോൾ അവനൊരു സന്തോഷം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജില്ല എത്തിയപ്പോൾ നമുക്കൊരു സന്തോഷം. തൃശ്ശൂർ ജില്ലയിലേക്ക് കിടന്നു കേട്ടോ. ഇനി അങ്ങോട്ട് തൃശ്ശൂർ ജില്ലയാണ്. പക്ഷെ വഴി മൊത്തം അവിടെ ഇവിടെ ഒക്കെ ടാറിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഒരു സൈഡ് മാത്രമാണ് ഉള്ളൂ. പലയിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് മെല്ലെ വരാൻ പറ്റുള്ളൂ. എല്ലായിടത്തേക്ക് കയറി ഇറങ്ങി മെല്ലെ ഇങ്ങനെ പോവാണ്. അവിടെ ഒരു ബാഡ്ബേഡ്സ് ബ്ലൂ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ, മെറ്റാലിക് അല്ല, അത് മെറ്റാലിക് കൂടിയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ലോഡ് വണ്ടി നമ്മളെ കയറ്റം ശരിക്കും അറിയണം കേട്ടോ. അപ്പം അങ്ങോട്ട് പോകുമ്പോഴും കയറ്റം, ഇങ്ങോട്ട് വരുമ്പോഴും കയറ്റം, എങ്ങോട്ട് പോയാലും കയറ്റം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയും വണ്ടികളൊക്കെ ഈ സൈഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡ് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ പാച്ച് ചെയ്യണത് ഒരു നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. പരന്ന് കളഞ്ഞിട്ട് രണ്ടാമത് അവിടെ അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് മുകളിൽ കയറ്റി ഇത് ചെയ്യണില്ല, ടാർ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കണത്. ഇവിടെയൊക്കെ അതേപോലെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ സ്ഥലത്ത് ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. തുരങ്കത്തിൻ്റെ അവിടെ എത്താറായപ്പോൾ വീണ്ടും സിംഗിൾ ലൈൻ തന്നെയാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ മാത്രമല്ല. കുറേ നാളായിരുന്നു ഇത് എന്താണ് ഇവർ തുറന്നു വിടാത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എപ്പോഴും ഈ ഒരു സൈഡിൽ കൂടെ മാത്രമേ വണ്ടി വരുന്നുള്ളൂ. എന്ത് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും തീരേണ്ട സമയമായില്ലേ. ഇത്രയധികം നാളെ അടച്ചിട്ടിട്ട്, മാസങ്ങളോളമായി അടച്ചിട്ടിട്ട്. ഇനി അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വെറുതെ നടന്നു പോയി നോക്കണം എന്താണെന്ന്. അടുത്ത ദിവസം
വണ്ടിയില്ലാത്ത ദിവസം എൻ്റെ കാറിലങ്ങനെ വന്നിട്ടേ എന്ത് പണി നടക്കണം ഇത്ര ദിവസം എന്നുള്ളതൊന്നും നോക്കണ്ടേ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് വരണം. ഒരൊക്കെ കവാടത്തിൻ്റെ അവിടെ എത്തി. ഈ വഴിയൊന്നും തീരെ ഉപയോഗിക്കേണ്ടായിട്ടോ. അതൊക്കെ ഇരുമ്പ് പാലത്തിൻ്റെ അവിടേക്ക് പോകണം. ആ സ്ഥലം തന്നെ ആകെ അടഞ്ഞു പോയി. ഇപ്പം ആരും ആ വഴിക്ക് പോകാത്തൊരവസ്ഥയായി. ബീച്ചിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ബീച്ചിൽ വെള്ളം ഉണ്ടെങ്കിൽ ബീച്ച് ഡാമിൽ വെള്ളം കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കാണില്ല. അല്ലെങ്കിൽ ഇവിടെ വെള്ളം എപ്പോഴും ബീച്ച് ഡാമിൻ്റെ ഇതനുസരിച്ച് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ പൊന്തിക്കൊണ്ടിരിക്കും വെള്ളം. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് നമ്മൾ. തുരങ്കത്തിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് കയറ്റായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇപ്പം അറിയാം ഇത് കയറ്റാണോ ഇറക്കാണോ എന്നുള്ളത് കേട്ടോ. ഇറക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈറ്റ് കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് വണ്ടി പോകുന്നുണ്ട്. അങ്ങനെ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടാ. അവിടെ നല്ലൊരു പാർക്കിംഗ് കിട്ടി. കുറേ വണ്ടികളൊക്കെ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുഖമായിട്ട് അവിടെ തന്നെ പാർക്ക് ചെയ്ത്. കണ്ടില്ലേ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിത ഇവിടുന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട്. നിത എന്നെ വീട്ടിലേൽപ്പിക്കുമോ? എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. വണ്ടി അവിടെ അടിപൊളിയായിട്ട് കിടന്നു, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ടയറും കാര്യങ്ങളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി, തട്ടി നോക്കി. അതൊന്നും കുഴപ്പമില്ല. ചൂടായാലും എത്ര ചൂടായി 40 വരെയായിരുന്നു പാലക്കാട് ചൂട്. ഇവിടെ വന്നപ്പോൾ 38 കാണിക്കണേ. അപ്പോൾ ആ നിലയ്ക്കുള്ള ചൂടായി. AC കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ ഇതാ വേഗം കിട്ടോ. ഇനി എടുത്തുകൊണ്ട് സമയമില്ല. മുത്തേ എന്താ പറയാനുള്ള? നമസ്കാരം സുഹൃത്തുക്കളെ. മതിയാവും. സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. മതിയാവും. എന്തായാലും നേരെ വീട്ടിലേക്ക് വന്നു. വയ്യാണ്ടായി എന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ച് വയ്യാണ്ടാവുമല്ല. വെയിലടിച്ചിട്ടും പിന്നെ ഇന്നലത്തെ ഉറങ്ങാത്തതുകൊണ്ട് ഇന്നലെ തുണ്ട് ഉറങ്ങിയിട്ടില്ലല്ലോ. കുറച്ചെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് ശരിക്കും വിട്ടുപോയി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്